സാർവദേശീയ സാഹിത്യോത്സവത്തിൻ്റെ സമാപന ദിനമായ ഇന്ന് വേദി 3 ചങ്ങമ്പുഴ മന്ദിരത്തിൽ ഇപ്പോൾ പാനൽ ചർച്ച, സമാന്തര പ്രസാധനം. പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ TA ഉഷാകുമാരി, NB സുരേഷ്, V ശോഭ, പ്രവീൺ വൈശാഖൻ. സമാന്തര പ്രസാധനം എന്ന ഈ പാനൽ ചർച്ചയുടെ നയിക്കുന്നത് TA ഉഷാകുമാരി. നാടകരംഗത്തും സാംസ്കാരിക രംഗത്തും പ്രസാധന രംഗത്തും ശ്രദ്ധേയയായ TA ഉഷാകുമാരി സമത ബുക്സിൻ്റെ മാനേജിംഗ് ട്രസ്റ്റ് കൂടിയാണ്. പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ NB സുരേഷ്. ലോഗോസ് ബുക്സിൻ്റെ സാരഥിയും എഴുത്തുകാരനുമാണ് NB സുരേഷ്. V ശോഭ. പ്രസാധന രംഗത്തെ നിറസാന്നിധ്യമായ ഗ്രീൻ ബുക്സിൻ്റെ എഡിറ്ററും എഴുത്തുകാരിയുമാണ് V ശോഭ. പ്രവീൺ വൈശാഖൻ. പുസ്തക പ്രസാധക രംഗത്ത് പ്രശസ്തമായ ഐവറി ബുക്സിൻ്റെ ഡയറക്ടറും CEO-വുമാണ് പ്രവീൺ വൈശാഖൻ. പാനൽ ചർച്ചയിലേക്ക് എല്ലാ അതിഥികളെയും സ്വാഗതം ചെയ്യുന്നു. വേദി 3 ചങ്ങമ്പുഴ മന്ദിരത്തിൽ ഇപ്പോൾ പാനൽ ചർച്ച, സമാന്തര പ്രസാധനം. പ്രിയമുള്ളവരെ, സമാന്തര പ്രസാധനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരവതരണവും ചർച്ചയുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ വിഷയത്തിന് സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക മാനങ്ങൾ ഉണ്ട് എന്ന്. ഇന്നത്തെ ലോകത്തെ ആഗോള ഗ്രാമം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ഗ്ലോബൽ വില്ലേജ്. ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ അടുത്ത് ജീവിക്കുന്നത് പോലെ ലോക ജനത ഒരു കുടക്കീഴിലാണ്. അതിന് സഹായകരമായ നമ്മുടെ ടെക്നോളജിയുടെ വികാസവുമുണ്ട്. എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്ന ആളുകളെയും കാണാൻ കഴിയും, അവരുമായിട്ട് സംഭാഷണം നടത്താൻ കഴിയും. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലിരിക്കുന്ന ജനതയെ കണ്ടുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നേറാൻ സഹായകരമായിട്ടുള്ള വളർച്ചയാണ് ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രസാധന രംഗത്തും വലിയ ഉണർവും മുന്നേറ്റവും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ആദ്യകാലഘട്ടത്തിൽ പുസ്തക പ്രസാധന മേഖല ഏതാനും പ്രസാധകരുടെ കൈവശമായിരുന്നു, ആഗോളമായി. ആ പുസ്തകങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയിൽ അച്ചടിക്കപ്പെട്ടാൽ അത് പിന്നീട് സമയമെടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നു. അത് ലോകജനത പിന്നീട് വായിക്കുന്നു. പക്ഷെ അതിന് മാറ്റമുണ്ടായി. പിന്നീട് ഇതേ പബ്ലിഷേഴ്സിൻ്റെ കീഴിൽ തന്നെ ഒരു പ്രമേയം ഏതെങ്കിലും ഒരു ഭാഷയിലല്ല, ലോകത്തിലെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു സംവിധാനം രൂപം കൊണ്ടു. അതോടുകൂടി വായനയുടെ ഒരു തലം മാറി. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരേ സമയത്ത് തന്നെ എല്ലാ ഭാഷകളിലും ഒരു പുസ്തകം കയ്യിലെടുക്കാനുള്ള അവസരം ലഭ്യമായി. അപ്പോൾ അവിടെ നിന്നും മുന്നോട്ട് പോയിരിക്കുന്നു. അച്ചടിയുണ്ട്, പുസ്തകങ്ങൾ കയ്യിലെടുത്ത് വായിക്കാം. അതോടൊപ്പം ഈ വായനയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓഡിബിൾ ആയിട്ട് ഏതെങ്കിലും ഒരു പുസ്തകം അതിന്
ശബ്ദത്തിലൂടെ, പിന്നെ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ വഴി അത് പിന്നെ റെക്കോർഡ് ചെയ്ത് നമുക്ക് യാത്രയിലൊക്കെ അത് ഒരു വായിക്കാൻ കഴിയുന്ന അവസ്ഥ സംജാതമായിരിക്കുന്നു. അതാണ് പ്രസാധന മേഖലയിലുള്ള ഒരു വികാസം. അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളിലും കയ്യൊപ്പ് ചാർത്തിയ നിരവധി പ്രസാധകർ എല്ലാ രാജ്യങ്ങളിലും ഉയർന്നു വരുന്നു. അവരുടെ വിഷയങ്ങൾ വിവിധ മേഖലകളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതാകുന്നു. അതാണ് ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ലോകം ഒരു ഗ്രാമമായി രൂപാന്തരപ്പെട്ടപ്പോഴും ആ ഗ്രാമത്തിൽ വളരെ അവഗണനയും ഒക്കെ സഹിച്ച് ജീവിക്കുന്ന വലിയ വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാനും അവരെ ലോകത്തിന് പരിചയപ്പെടുത്താനുമൊക്കെയുള്ള ഒരു രീതി നമ്മുടെ പുതിയ പ്രസാധകരിൽ രൂപം കൊണ്ടു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രിൻ്റ് ഓൺ ഡിമാൻഡ്. നേരത്തെ 2000-3000 കോപ്പിയൊക്കെ അടിക്കുകയാണ്. അത് വിറ്റ് കഴിയണം. എഴുത്തുകാരന് അതിൻ്റെ റോയൽറ്റി എന്ന് പറയുന്ന വിഷയമൊക്കെ ഉണ്ട്. അപ്പം അതല്ല, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു പ്രിൻ്റ് ഓൺ ഡിമാൻഡിൽ ഒരു കോപ്പി എടുത്താൽ മതി. അത്രയേറെ സൗകര്യങ്ങൾ. എനിക്കാവശ്യമുള്ളത് വായിക്കാൻ എനിക്ക് കഴിയും. ഞാനീ പറഞ്ഞതുപോലെ ഈ ദൃശ്യ, അച്ചടി, ശ്രവ്യ എന്ന് പറയുന്ന രീതിയിലൂടെ കഴിയുന്നു. ആ എല്ലാ വികാസവും നമ്മുടെ കേരളത്തെയും ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ 1981 മുതൽ 2008 വരെ തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ അധ്യാപികയായിരുന്നു ഞാൻ. റിട്ടയർ ചെയ്തതിന് ശേഷം 2010 സമത എന്ന് പറയുന്ന ഒരു 29 അംഗ സ്ത്രീകളുടെ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകി. ഞങ്ങൾ പുസ്തക പ്രസാധന രംഗത്ത് കേന്ദ്രീകരിക്കുന്നു. ഞങ്ങളുടെ ബൈലോയിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, നമ്മുടെ സമൂഹത്തിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചരിത്രരേഖകളിൽ വേണ്ട രീതിയിൽ അടയാളപ്പെടാതെ പോകുന്ന പെൺജീവിതങ്ങളെ അടയാളപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം എന്ന് ഞങ്ങൾ അതിൽ രേഖപ്പെടുത്തി. അത്തരത്തിലുള്ള പെൺജീവിതങ്ങളെ നമുക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണാം. അതിന് ഊന്നൽ കൊടുത്തു. ഞാൻ എൻ്റെ പേര് പറയുന്നില്ല പുസ്തകത്തിൻ്റെ, പബ്ലിഷറായതുകൊണ്ട്. എങ്കിൽ പോലും നമുക്കറിയാം, കാബൂളിൽ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്ന്, വിവിധ തൊഴിൽ മേഖലകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നു, അടുക്കളയിലേക്ക് അവരെ തള്ളിമാറ്റുന്നു. ഒരുപാട് പ്രതിസന്ധികളെ നേരിടുന്ന ഒരു പെൺജീവിതം. അതിനെ നമ്മുടെ സമൂഹത്തിന് മുൻപിൽ അടയാളപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ദൗത്യമായി ഞങ്ങൾ കണക്കാക്കും. അത്തരത്തിൽ ഭരണാധികാരികളായാൽ, ഒരു മുസ്ലിം സ്ത്രീ ഭരണാധികാരിയായി, അവൾ ഗർഭിണിയായപ്പോൾ ഗർഭിണിക്ക് പ്രധാനമന്ത്രിയാകാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്ന ചർച്ചയാണ്. ഗർഭിണികൾ പ്രധാനമന്ത്രിമാകരുത്. മത മേധാവികൾ വന്നാൽ ആരാണ് ഉയരത്തിലിരിക്കേണ്ടത്? അങ്ങനെയുള്ള ചോദ്യം വന്നു. അത്തരത്തിൽ ഭരണാധികാരികളായാൽ പോലും സ്ത്രീ ആയതുകൊണ്ട് ചവിട്ടി മാറ്റപ്പെടുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ വിവിധ മേഖലകളിൽ നിലനിൽക്കുന്നു. പല മേഖലകളിലുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു തിരിച്ചറിവിൻ്റെ പാഠമായി സമൂഹത്തിനിടയിലേക്ക് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സമത രൂപീകരിക്കപ്പെട്ടത്. ഇതുവരെയായിട്ട് 103 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിൽ 50% ഇത്തരത്തിലുള്ള വിവിധ മേഖലകളിലെ സ്ത്രീകളെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങളാണ്. അത്രേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ, പ്രസാധകയായതുകൊണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സാമൂഹ്യ മുന്നേറ്റങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ സ്ത്രീകളെ പരിചയപ്പെടുത്തുമ്പോൾ ഞങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ പല നവോത്ഥാനം, അതിനുശേഷമുള്ള സാമൂഹ്യ മുന്നേറ്റങ്ങൾ, അതിനൊക്കെ നേതൃത്വം നൽകിയ അമ്മമാർ എങ്ങനെ കഴിയുന്നു എന്ന് നമ്മുടെ സമൂഹം ആലോചിക്കാറുണ്ടോ? വേണ്ട രീതിയിൽ ഇല്ല. അവർ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥകൾ അനുഭവിക്കുന്നു. തൃശ്ശൂരിലെ വലിയ ഒരു പോരാട്ടത്തിനൊക്കെ നേതൃത്വം നൽകിയ അമ്മ ഒരു PWD പുറമ്പോക്കിലെ ചോർന്നൊലിക്കുന്ന കുടിലിൽ മകളോടൊപ്പം വെള്ളയപ്പം വിറ്റ് ജീവിക്കുന്നു. അവരെക്കുറിച്ചുള്ള ഒരു പുസ്തകം തയ്യാറാക്കി
2011 ആ പുസ്തകം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന അന്നു മുതൽ 2019 ആ അമ്മ മരണമടയുന്നത് വരെ ഞങ്ങൾ പുസ്തകം വിറ്റ് കിട്ടുന്ന തുകയിൽ നിന്ന് 1000 രൂപ പ്രതിമാസ പെൻഷനായി ആ അമ്മക്ക് നൽകി. ചോർന്നൊലിക്കുന്ന വീടിൻ്റെ മേൽക്കൂരയൊക്കെ നന്നാക്കി കൊടുത്തു. അകത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാക്കി കൊടുത്തു. ആ അമ്മ മരണമടഞ്ഞു. ഒരു പോരാളിയായിരുന്നു. 48 അന്തർജനങ്ങൾ ഒരു നാടകം അഭിനയിച്ചിരുന്നു. തൊഴിൽ കേന്ദ്രത്തിലേക്ക് അന്തർജനങ്ങൾ അവർ തന്നെ അവരുടെ ജീവിത പ്രശ്നം സ്ക്രിപ്റ്റാക്കി എഴുതി അതിൽ ആൺവേഷവും അവർ തന്നെ കെട്ടി പിന്നെ സംവിധാനവും അവർ തന്നെ നിർവഹിച്ചു. 12 വേദികളിൽ അവതരിപ്പിച്ചു. പിന്നീട് ആ നാടകം നിരോധിച്ചു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പഠനം ഞങ്ങൾ നടത്തിയിരുന്നു. ആ സമയത്ത് ആ നാടകത്തിൽ അഭിനയിച്ച അമ്മ മകളോടൊപ്പം ജീവിക്കുകയാണ് വാർദ്ധക്യകാലത്തിൻ്റെ അവശതകൾ അനുഭവിച്ചുകൊണ്ട്. അത് 2014 പ്രകാശനം ചെയ്യുമ്പോൾ ആ അമ്മക്ക് അവിടെ വെച്ച് 1000 രൂപയുടെ പ്രതിമാസ പെൻഷൻ ഞങ്ങൾ നൽകി. ഇപ്പോൾ 2025 മാർച്ച് മാസത്തിലാണ് അമ്മ വിട പറഞ്ഞത്. അതുവരെ ഞങ്ങൾ പെൻഷൻ നൽകി. ഞാനൊരു സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ കെട്ടകാലത്ത് അല്ലേ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളിലൊക്കെ അണിനിരന്ന അമ്മമാർ അവരുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ വരുന്നു. പലതും ചെയ്തു കഴിഞ്ഞു. എല്ലാവരും ചെയ്യുന്നുണ്ട് പബ്ലിഷേഴ്സ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ പുസ്തകം വിറ്റ് കിട്ടുന്ന തുക 2018 മുതൽ ഓരോ വർഷവും ശാസ്ത്രജ്ഞർ, വിവിധ മേഖലകളിൽ മുദ്ര പതിപ്പിച്ച വനിതകൾ, അതുപോലെ കർഷകർ എന്നിവർക്ക് അവാർഡ് കൊടുക്കാനായിട്ട് നീക്കിവെക്കുന്നു. 4 പേരെയാണ് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത് 2018 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ 28 അവാർഡുകൾ കൊടുത്തു. എല്ലാം ഞാൻ പറയുന്നില്ല. ഒരു അവാർഡ് വിഖ്യാത ശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാലിനാണ്. നമുക്കറിയാം 742 സസ്യങ്ങളെക്കുറിച്ച്, കേരളത്തിൻ്റെ തനത് സസ്യങ്ങളെക്കുറിച്ച് ഡച്ചുകാർ കൊച്ചി കേന്ദ്രമാക്കി ഭരണം നടക്കുമ്പോൾ പഠിക്കുകയും അത് 12 വോള്യങ്ങളായി ലാറ്റിനിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതാർക്കും മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിഞ്ഞില്ല. 325 വർഷത്തിന് ശേഷം 10 വർഷക്കാലം ലാറ്റിൻ പഠിച്ച് അതിൻ്റെ വോള്യങ്ങൾ വ്യാഖ്യാന സഹിതം 2003 ഇംഗ്ലീഷിലേക്കും 2008 മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത വിഖ്യാത ശാസ്ത്രജ്ഞൻ ഡോക്ടർ KS മണിലാൽ. അദ്ദേഹത്തിനാണ് ഞങ്ങളുടെ പ്രഥമ അവാർഡ് നൽകിയത്. സാലുമരദ തിമ്മക്കയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആൽമരങ്ങളുടെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന കർണാടകയിലെ 110 വയസ്സുകാരി. ജീവിച്ചിരിപ്പുണ്ടവർ. മക്കളില്ല. ഒരിടയൻ്റെ ഭാര്യ. ജനങ്ങൾ കളിയാക്കി. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. അത് മനസ്സിലാക്കിയ ഭർത്താവ് അവരുടെ ശ്രദ്ധ കൃഷിയിലേക്ക് കൊണ്ടുപോയി. ബാംഗ്ലൂരിൻ്റെ അടുത്തുള്ള ഹൂളിക്കൽ എന്ന അവരുടെ ഗ്രാമം മുതൽ അയൽ ഗ്രാമത്തിൻ്റെ 2 റോഡ് സൈഡിലും വരിവരിയായി ആ അമ്മ മക്കളെപ്പോലെ നട്ടുവളർത്തിയത് 381 ആൽമരം, 8000 മറ്റ് ചെടികൾ. ഞങ്ങൾ സമതാ ഭാരവാഹികൾ 2021 അവരുടെ പേരിൽ സ്ഥാപിതമായ സാലുമരദ തിമ്മക്ക ഇൻ്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിലെത്തി അമ്മക്ക് സമതയുടെ ജൈവ സമൃദ്ധി പുരസ്കാരം 25,000 രൂപ, വളരെ തുച്ഛമായ തുക, ഫലകം, ആദരപത്രം നൽകി. ആ അമ്മ സന്തോഷപൂർവ്വം എന്നെയും ചെയർപേഴ്സണെയും ഷാളണിയിച്ചു. ഒരാളെയും കൂടി പരിചയപ്പെടുത്താം. ഈ തൃശ്ശൂരിലെ കോളങ്ങാട്ടുകര എന്ന ഗ്രാമത്തിൽ പൊറക്കുടിഞ്ഞത്ത് മനയിൽ ജനിച്ച ഒരു പെൺകുട്ടി. അവൾക്ക് 5ാം ക്ലാസ് മുതലാണ് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നത്. പക്ഷെ അവൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തു. കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ ഓഷ്യാനോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനമനുഷ്ഠിച്ചു. കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ ഓഷ്യാനോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ ജനറലായി റിട്ടയർ ചെയ്തു. ആർക്കും അറിയില്ല. എല്ലാ വർഷവും കനേഡിയൻ പൗരത്വമാണ് അവർക്ക്. എല്ലാ വർഷവും നാട്ടിൽ വരും. വളരെ അവിചാരിതമായി 3 വർഷം മുമ്പ് ഞാൻ അവരെ പരിചയപ്പെടാനിടയായി. അവർ തിരിച്ചു പോകുന്നതിന് മുമ്പ് സാഗര പുരസ്കാരം നൽകി അവരെ ആദരിച്ചു. അടുത്ത വർഷം വരുമ്പോൾ നിങ്ങളുടെ ഓർമ്മക്കുറിപ്പ് തരണം എന്ന് പറഞ്ഞു. അവർ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പുസ്തകത്തെ നമുക്ക് എത്രത്തോളം ഉയർത്തിപ്പിടിക്കാൻ കഴിയും എന്നുള്ളതാണ്. അത് വായനയുടെ തലത്തിലേക്ക് കൊണ്ടുപോകാം. 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന വായനാ സമൂഹത്തിന് അത് നൽകാം. അതോടൊപ്പം നമ്മെ ഈ കാലഘട്ടത്തിൽ തല ഉയർത്തി നടക്കാൻ
പ്രാപ്തരാക്കിയ പോരാളികളായിട്ടുള്ള വലിയ വിഭാഗമുണ്ട്. അവരെ നമുക്ക് പരിചയപ്പെടുത്തണം. ആദ്യം അവാർഡ് കൊടുക്കുന്നു, പിന്നെ പുസ്തകമായിട്ട് അവരെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ പുതിയ കാലത്ത് നമ്മുടെ ചെറുകിട പ്രസാധകർ ധാരാളമായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ സംസാരിക്കും. എന്തായാലും വായന മരിച്ചിട്ടില്ല എന്നും നമുക്ക് ഈ അറിവിൻ്റെ പുതിയ മേഖലകളിലേക്ക് പിന്നെ ഈ പ്രസാധനത്തെ സന്നിവേശിപ്പിക്കേണ്ടതുണ്ട് എന്നുമുള്ള ഒരു സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് നൽകാനുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ, അധ്യക്ഷ എന്ന രീതിയിലുള്ള വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായിട്ട് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ലോഗോസ് ബുക്സിൻ്റെ സാരഥിയും എഴുത്തുകാരനുമായ പ്രിയപ്പെട്ട NB സുരേഷിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. സമാന്തര പ്രസാധനം എന്നാണ് ഈ ചർച്ചയുടെ ടൈറ്റിൽ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരുന്നത് എന്തിൻ്റെ സമാന്തരമാണ് എന്നാണ്. ഈ സമാന്തര പാതയുടെ ഒപ്പം ഇതിനേക്കാൾ വലുത്, ഇതിനേക്കാൾ പ്രസക്തമായത്, ഇതിനേക്കാൾ സർവസ്വാധീനമുള്ള ഒന്ന് ഉണ്ട് എന്നാണ്. ഇപ്പോൾ വൈലോപ്പള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന് പറയുന്ന കവിതയിൽ ഈ ജന്മിയുടെ പറമ്പിൽ കുടിയിൽ കെട്ടിപ്പാർക്കുന്ന ഒരു കുടിയാൻ്റെ സ്വഭാവം നമ്മുടെ കേരളത്തിലെ മറ്റ് പ്രസാധകരുടെ, അതായത് സമാന്തരമല്ലാതെ നിൽക്കുന്ന വലിയ വൻമരങ്ങളുടെ, ഇപ്പോൾ NS മാധവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വൻമരങ്ങളുടെ കീഴിൽ വളരുന്ന ചെറിയ ചെടികൾ എന്ന് പൊതുസമൂഹം അല്ലെങ്കിൽ അങ്ങനെ പൊതുവെ കേരളീയ സമൂഹം വിശ്വസിക്കുന്ന ആളുകളുടെ പ്രതിനിധികളാണ് നമ്മൾ. പക്ഷെ നമ്മൾ രസകരമായൊരു കാര്യം ആലോചിച്ചാൽ, ഈ ഞാൻ പേരെടുത്ത് പറയുന്നത് വലിയ പ്രസാധകരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അത് അല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ചർച്ചാ വിഷയം. അതിനപ്പുറത്തേക്ക് വലിയ തരത്തിൽ പൊതുസമൂഹവും പ്രസാധക സമൂഹവും വായനാ സമൂഹവും ഗ്രന്ഥശാല പ്രസ്ഥാനവും ഒക്കെ ഏറ്റെടുക്കേണ്ടുന്ന വലിയൊരു വിഷയമാണ് നമ്മൾ വളരെ ചെറിയ പരിമിതമായൊരു തോതിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ നിലനിൽക്കുന്ന 3, 4, 5 അടങ്ങുന്ന വൻകിട പ്രസാധകർ ഒരു വർഷം പ്രസാധനം ചെയ്യുന്ന പുസ്തകവും അവർ പ്രസാധനം ചെയ്യാൻ തിരഞ്ഞു പിടിക്കുന്ന എഴുത്തുകാരും അവർ പ്രസാധനം ചെയ്യുന്ന പുസ്തകങ്ങളും മൊത്തത്തിലെടുത്തുനിന്ന് പരിശോധിക്കുകയും നമ്മൾ സമാന്തരമെന്ന് വിളിക്കുന്ന മറ്റ് പ്രസാധകർ ഒരു 200-ലധികമൊക്കെ ഉണ്ടാകുമെന്നാണ് വേണ്ട, 200-ലധികം വരുന്ന സമാന്തര പ്രസാധകർ പ്രസാധനം ചെയ്യുന്ന പുസ്തകങ്ങളും അതിൻ്റെ എണ്ണവും അതിൻ്റെ ഗുണവും അതിൻ്റെ തരംതിരിവും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സമാന്തരം എന്ന് നമുക്ക് വ്യക്തമാവും. ഈ ശോഭ ടീച്ചർ പറഞ്ഞ മാതിരി ഇതൊരു കച്ചവടം എന്ന രീതിയിൽ കൊണ്ട് നടക്കുന്ന ആളുകളൊന്നും ആവില്ല ഇതിൽ ഈ സമാന്തര പ്രസാധകർ എന്ന് പറയുന്ന ഭൂരിഭാഗം ആളുകളും. കേരളത്തിൽ എല്ലാ കാലത്തും ഈ സമാന്തരത നിലനിന്നിട്ടുണ്ട്. നമ്മുടെ ഈ പുസ്തക പ്രസാധന മേഖലയിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിൻ്റെ മേഖലയിൽ മാത്രമല്ല, ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ മേഖലയിൽ മാത്രമല്ല, എല്ലായിടത്തും ഈ സമാന്തരത കൊണ്ടുവന്ന ഒരു വലിയ കൾച്ചറൽ ഡീവിയേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഈ സമാന്തര പാതകൾ ഉണ്ടാക്കിയെടുത്ത വലിയ അടിത്തറയുള്ള വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വലിയ സാംസ്കാരിക മൂലധനമുള്ള ഒരു ധാരയാണ് നമ്മൾ സമാന്തരത എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ബെന്യാമിൻ്റെ ഒരു നോവൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, മൾബറി നിൻ്റെ സോർവയെക്കുറിച്ച് എന്നോട് പറയൂ. അതിൻ്റെ പ്രകാശനം ഇന്ന് മിഠായി തെരുവിൽ വെച്ചിട്ട് നടക്കുകയാണ്. SK പൊറ്റക്കാടിൻ്റെ പ്രതിമയുടെ മുമ്പിൽ വെച്ചിട്ട് ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുകയാണ്. ആ പ്രകാശനത്തിൽ ബെന്യാമിനോടൊപ്പം പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിലെ വായനക്കാരായ കുറേ സമൂഹത്തെ പ്രസാധകർ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം തന്നെ. എന്തുകൊണ്ടാണ്
ഈ എസ്.കെ. പൊറ്റക്കാടിൻ്റെ പ്രതിമയിൽ മിഠായി തെരുവിൽ വെച്ചിട്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മിഠായി തെരുവിൽ നിന്നും എസ്.കെ. പൊറ്റക്കാടിൻ്റെ പ്രതിമയിൽ നിന്നും കഷ്ടിച്ച് 200 മീറ്റർ മാത്രം അകലെയുള്ള ആര്യഭവൻ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ, രാധാ തിയേറ്ററിൻ്റെ ഒക്കെ കോമ്പൗണ്ടിലുള്ള ഒരൊറ്റ മുറിയിലാണ് ഷെൽവി എന്ന് പറയുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കേരളത്തെ മുഴുവൻ സ്വാധീനിച്ച മൾബറി എന്ന് പറയുന്ന പ്രസാധനശാല കിട്ടി. ഒറ്റയ്ക്കൊരാൾ പുസ്തകം ഉണ്ടാക്കുന്നത്, ഡിസൈൻ ചെയ്യുന്നത്, അച്ചടിക്കുന്നത്, വിതരണം ചെയ്യുന്നത്, ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നത്, എഴുതുന്നത്. നമുക്ക് ഷെൽവി എന്ന പ്രസാധനത്തെക്കുറിച്ച് മാത്രമല്ല, ഷെൽവി എന്ന കവിയും കൂടിയുണ്ട്. നൊസ്റ്റാൾജിയ, അലൗകികം പോലുള്ള ഗംഭീരമായ 2 സമാഹാരങ്ങൾ കൂടി എഴുതിയ ആളാണ് ഷെൽവി. ആ ഷെൽവി ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം അദ്ദേഹം അതിനെ പാഷനായി കൊണ്ടു നടന്നു എന്നുള്ളതാണ്. പുസ്തകം നിർമ്മിക്കുന്ന കലയിൽ അദ്ദേഹം കേരളത്തിനൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള കൾച്ചർ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് 3 വർഷം കോഴിക്കോട് വർക്ക് ചെയ്ത സമയത്ത് വൈകുന്നേരങ്ങളിൽ ആര്യഭവനിൽ ഷെൽവി ഉള്ളത് കൊണ്ട് മാത്രം കേരളത്തിൻ്റെ സാംസ്കാരികമായ കുറേ ആളുകൾ അവിടെ നിന്ന് ചർച്ച ചെയ്യുകയും ചായ കുടിക്കുകയും ഷെൽവിയുടെ നീല കളറുള്ള കാറെടുത്ത് ഓടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, പുസ്തകത്തിന് വേണ്ടിയും എഴുത്തുകാർക്ക് വേണ്ടിയും സ്വന്തം ജീവിതം ബലി കൊടുത്ത ആളാണ് ഷെൽവി. അത് സമാന്തരമല്ല. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, മലയാളത്തിലെ ഏറ്റവും ഗംഭീരമായ പുസ്തകം ഡിസൈൻ ചെയ്ത്, അതായത് പുസ്തകം നിർമ്മിക്കുമ്പോൾ അതിനൊരു ഡിസൈനുണ്ട്, ഒരു കവറുണ്ട്, അതിനൊരു കാണാൻ ഭംഗി വേണം എന്ന് ഉണ്ടാക്കിയൊരു കൾച്ചർ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു ഷെൽവിയാണ്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, പരിഭാഷ എന്ന് പറയുന്നത് വെറും ഒരു വായന മാത്രമല്ല, അതൊരു വലിയ സാംസ്കാരിക പ്രവർത്തനമാണെന്ന് നമ്മളെ കാണിച്ചതെന്ന് ഷെൽവിയാണ്. ഉദാഹരണത്തിന് ലിയോണിദാസിൻ്റെ ഡയറി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. നിങ്ങൾ എത്ര പേര് അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് കസാൻസാക്കീസിൻ്റെ പല പുസ്തകങ്ങളുടെ പല ഭാഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒന്നിച്ച് എഴുതുക. നമുക്കറിയാം, കൊടുങ്ങല്ലൂർ ടി.കെ. മേഘനാഥനായിരുന്നു ആ പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേറ്റർ. KGS ഒക്കെ മരിച്ചവരുടെ മേടെന്ന് പറയുന്ന പുസ്തകത്തിൽ ടി.കെ. മേഘനാഥനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കന്ന് പിന്നെ കസാൻസാക്കീസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അതാണ് ഈ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഭാഗം വരെ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് തരുന്നു. പാബ്ലോ നെരൂദയുടെ ആത്മകഥയുടെ ഒരു ഭാഗം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറക്കിയത് പിന്നെ ഷെൽവിയാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളാണ്. നിത്യനിധിയാണ്. ഷിമോൻ ദ ബൊവാറിൻ്റെ ആത്മകഥ, സാർത്തറിൻ്റെ ഭാര്യ ഷിമോൻ ദ ബൊവാറിൻ്റെ ആത്മകഥ, സിമോൺ ദോ അവരുടെ കഥ പറയുന്ന ആത്മകഥ നിത്യനിധി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറക്കിയത് ഷെൽവിയാണ്. കേരളത്തിൽ ഇന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ എല്ലാം ആദ്യ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഷെൽവിയാണ്. ഇപ്പോൾ ഐമനം ജോണിൻ്റെ ക്രിസ്മസ് സ്വരത്തിൻ്റെ വേര്, പി സുരേന്ദ്രൻ്റെ ഭൂമിയുടെ നിലവിളി അടക്കം, KP രാമനുണ്ണിയുടെ പുരുഷവിലാപം അടക്കമുള്ള, നിങ്ങൾ ഇന്ന് കേരളത്തിൽ നമ്മൾ റെനോവേറ്റഡ് ആയിട്ടുള്ള ഏത് എഴുത്തുകാരുടെ പുസ്തകം എടുത്ത് നോക്കിയാലും അതിൻ്റെ എല്ലാം ആദ്യ പ്രസാധകൻ ഷെൽവിയാണ്. ഞാൻ പറഞ്ഞത് ഷെൽവി, അത് രസകരമായ കാര്യം, അന്നൊക്കെ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലമാണ്. ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. പുസ്തകം മാർക്കറ്റ് ചെയ്യാൻ ഓരോ മാസികയുടെ ഇടയ്ക്ക്, പ്രവീണേട്ടനൊക്കെ അറിയുന്നുണ്ടാവും, ഓരോ മാസികയുടെ ഇടയ്ക്ക് പോസ്റ്റ് കാർഡിൻ്റെ വലിപ്പത്തിലുള്ള ഗിഫ്റ്റ് കാർഡ് എടുത്തിട്ട് ഈ പുസ്തകം നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് സമ്മാനമായി നമ്മുടെ വീട്ടിൽ അയച്ചിരുന്ന പിന്നെ ഷെൽവിയുടെ പുസ്തകത്തിൻ്റെ കല. അപ്പോൾ കേരളത്തിലെ ഏത് വലിയ പ്രസാധകനെ വെല്ലുവിളിക്കുന്ന പുസ്തകത്തിൻ്റെ മേക്കിങ്, മാർക്കറ്റിങ്, പുസ്തകത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ട്രാൻസ്ലേഷൻ അടക്കമുള്ള, ഇന്ന് നമ്മൾ മലയാളി വായനക്കാർ പുസ്തകത്തിൻ്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ, അതിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഭംഗിയെക്കുറിച്ച്, അതിൻ്റെ കെട്ടിൽമട്ടിലിനെ സംബന്ധിച്ച് നമ്മൾക്ക് പരികല്പനകളുണ്ടെങ്കിൽ, അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച ഒരേ ഒരു മനുഷ്യൻ ഷെൽവിയാണ്. ആ മനുഷ്യൻ അവസാനം കടം കയറിയിട്ടല്ല, അദ്ദേഹം വ്യവസായം നടത്താൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, മാർക്കറ്റില്ലാത്തതുകൊണ്ടല്ല, അദ്ദേഹം അനേകം എഴുത്തുകാരെ ഈ പുസ്തകത്തിലേക്ക് കൊണ്ടുവരികയും അനേകം എഴുത്തുകാരൻ്റെ ആദ്യ പ്രസാധകനാകുകയും, കടവും അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള വീടും വസ്തു അടക്കം വിറ്റും പണയം വെച്ചും ഈ പുസ്തകങ്ങൾക്ക് വേണ്ടി, ഈ എഴുത്തുകാർക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ചതിൻ്റെ പേരിലാണ്. അത്തരം ഷെൽവിയുടെ പിന്തുടർച്ചക്കാർ, ഷെൽവിയുടെ മനസ്സുള്ളവർ, പുസ്തക നിർമ്മിതിയെ പാഷനായി കൊണ്ടു നടക്കുന്ന ആളുകൾ ഇന്നും കേരളത്തിലുണ്ട്. ഞാനിപ്പം ലോഗോസ് എന്ന് പറയുന്ന ബുക്സിൻ്റെ ഒരു ഔദ്യോഗിക ഭാരവാഹിയൊന്നുമില്ല. പക്ഷേ 10 വർഷമായി നമ്മളിതിൻ്റെ പിന്നാലെ നടക്കണം. 1000-ത്തിലധികം പുസ്തകം നമ്മൾ ഇറക്കുന്നു. കേരളത്തിൽ ഒരു മുഖ്യധാര പ്രസാധകരും പുറത്തിറക്കാൻ കഴിയാത്ത, നിങ്ങളിപ്പം ഡെറിയുടെ എത്രയോ ശാസ്ത്രസർമ്മ മാഷ അടക്കമുള്ള ലോഗോസ് പുസ്തകമൊക്കെ പലരും ഇവിടെ ഇരിക്കുന്നുണ്ട്.
ഈ മുഖ്യധാരാ പ്രസാധകർ ഇറക്കുന്ന ഏത് പുസ്തകത്തേക്കാൾ ക്വാളിറ്റിയുള്ള അനേകം പുസ്തകങ്ങൾ കേരളത്തിൽ എഴുതപ്പെടുന്നുണ്ടാവും. പക്ഷേ അത് ഒരു ഉദാഹരണം ഞാൻ പറയാം. അത് പേരെടുത്ത് പറയുന്നതിൽ പിന്നെ ഞാനൊരു ഉദാഹരണമായി പറയാം. ഇപ്പം 200 പതിപ്പിലധികം പോയ ആടുജീവിതം എന്ന് പറയുന്ന നോവൽ, അത് പ്രസാധനം ചെയ്തത് ഗ്രീൻ ബുക്സാണ്. അതിൻ്റെ കഥ എന്നെക്കാൾ നന്നായിട്ട് ചിലപ്പോൾ ചേച്ചിക്ക് പറയാനുണ്ടാവും. അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസാധകരുടെ പിന്നെ എഡിറ്റോറിയൽ ബോർഡിൻ്റെ മുമ്പിൽ 2-ലധികം വർഷം കിടന്നതാണ്. 2-ലധികം വർഷം അവർ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് കാത്തിരുന്ന ഒരു പുസ്തകമാണ് ആടുജീവിതം. അതവിടെ കിടന്നിട്ടാണ് അവസാനം ഇത് ഗ്രീൻ ബുക്സിൻ്റെ കയ്യിലെത്തിയിട്ട് അത് 200 പതിപ്പിലോളം പോയി. ഗ്രീൻ ബുക്സും ബെന്യാമിനും വളർന്നത് ആടുജീവിതത്തിലൂടെയാണെന്നുള്ള അറിയാം. അതിപ്പം എന്നെക്കാൾ നന്നായിട്ടറിയാം. അപ്പം അനേകം പുസ്തകങ്ങളുണ്ട് അങ്ങനെ. നിങ്ങൾ നോക്കൂ, ആനന്ദിൻ്റെ ആൾക്കൂട്ടം എന്ന് പറയുന്ന നോവൽ. ആൾക്കൂട്ടം എന്ന് പറയുന്ന ആദ്യ നോവൽ എഴുതിയിട്ട് 5-ലധികം പ്രസാധകരെ, അന്ന് ആനന്ദിനെ മലയാളികൾക്ക് ആർക്കും അറിയില്ല. അദ്ദേഹം എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുക, പട്ടാളത്തിലൊക്കെ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന കാലമാണ്. ആ സമയത്ത് ഈ പലരെയും സമീപിച്ച് പുസ്തകം, ഇത് നോവലല്ല എന്ന് പറഞ്ഞിട്ട് മടക്കി കൊടുത്ത ടീംസാണ് നമ്മൾ, വലിയ മുഖ്യധാര ആളുകളൊക്കെ. അന്ന് എം ഗോവിന്ദൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ചെന്നൈയിലിരുന്നിട്ട് ഭാവുകത്വത്തിലും പുതിയ തലമുറയെ ആധുനികത നിർമ്മിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച എം ഗോവിന്ദൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇത് നോവലാണെന്നും ഇത് പുതിയൊരു ഭാവുകത്വ നിർമ്മിതിയാണെന്നും തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടായിരുന്നുണ്ട്. അദ്ദേഹം അത് തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ, ആനന്ദ് പറഞ്ഞത് ഈ എം ഗോവിന്ദൻ കൂടി ഇത് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അന്ന് എഴുത്ത് നിർത്തി ഇതും കത്തിച്ച് കളഞ്ഞ് അദ്ദേഹത്തിൻ്റെ പണി നോക്കി പോകാനെ. അങ്ങനെയാണെങ്കിൽ ആനന്ദ് എന്ന് പറയുന്ന ഇന്ന് തലയുയർത്തി നിൽക്കുന്ന ഈ മനുഷ്യൻ മലയാളത്തിലുണ്ടാകുമായിരുന്നില്ല. അതൊരു സമാന്തരമാണ്. എം ഗോവിന്ദന് സമാന്തരമായ മാസിക നടത്തുന്ന കാലമാണ്. ഞാൻ പറഞ്ഞത് സമാന്തരത എന്ന് പറയുന്നത് ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനമാണ്. നമ്മൾ വലിയ മുഖ്യധാര ഈ മൊണോപ്പൊളി നിർമ്മിക്കുന്ന ആളുകൾ തള്ളിക്കളയുന്ന, സൈഡ് ലൈൻ ചെയ്യുന്ന എഴുത്ത് അല്ല, അല്ലെങ്കിൽ പുസ്തകമല്ല, ക്വാളിറ്റി ഇല്ല എന്ന് അതിന് അവരുടെ മാനദണ്ഡങ്ങൾ വേറെയാണ്. തള്ളിക്കളയുന്ന ഒന്നിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ആ എഴുത്തുകാരെ നിങ്ങളുടെ വായനക്കാരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് സമാന്തര പ്രസാധനശാലയാണ്. അതിനെ മൊത്തം കണക്കെടുത്ത് കഴിഞ്ഞാൽ സമാന്തരത മുഖ്യധാരയായി മാറുകയും ഈ പ്രസാധകർ പ്രധാനപ്പെട്ട ഒരു കൈവഴിയായി മാറുകയും ചെയ്യും. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഞാനത് ചുരുക്കി പറഞ്ഞിട്ട് മൈക്ക് കൈമാറും. ഒന്ന്, ഇതിൻ്റെ ഈ സമാന്തര പ്രസാധകർക്ക് മാറ്റർ കിട്ടുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം വലിയ പ്രസാധനശാലകൾക്കെല്ലാം പരസ്യം കൊടുക്കുക, ഇതൊക്കെ ചെയ്യുക. അപ്പം സ്വാഭാവികമായിട്ടും കുത്തക അല്ലെങ്കിൽ മുതലാളിത്തത്തെ, കോർപ്പറേറ്റ് വൽക്കരണത്തെ എതിർക്കുന്ന എഴുത്തുകാർ പോലും അവരവൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നേരെ കോർപ്പറേറ്റുകളുടെ അടുത്തേക്ക് പോവുള്ളൂ. അത് സ്വാഭാവികമായിട്ടാണ്. അവർക്ക് അവരുണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ ഏറ്റവും നല്ല ആളുകൾക്ക് ഏറ്റവും നന്നായി ചെയ്യണമെന്നും ഏറ്റവും എല്ലായിടത്തും നെറ്റ്വർക്കുള്ള ഒരാൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും, സ്വാഭാവികമാണ്. 2, ഇതിൻ്റെ ഫണ്ടിങ്ങാണ്. ഈ ഇപ്പം പ്രവീണേട്ടൻ നേരത്തെ പറയണ്ടായിരുന്നു, ഇതിൻ്റെ ഈ സമാന്തര പ്രസാധകർ പാഷൻ നിമിത്തം ഇത് ചെയ്യുകയും വലിയ ശോഭ ടീച്ചർ പറഞ്ഞ പോലെ പല എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ഇത് അച്ചടിക്കാൻ എവിടെയാണ് നമ്മൾ ഫണ്ട് കണ്ടെത്തുക? ഇത് എവിടെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നിയമസഭാ പുസ്തകോത്സവം എന്ന് പറയുന്ന സാധനം 2 വർഷമായിട്ട് നടന്നിട്ട് 2 വർഷമായിട്ട് അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. MLA-മാരുടെ ഫണ്ടടക്കം ചെയ്തിട്ട് നിയമസഭാ പുസ്തകോത്സവം നടക്കുകയാണ്. ഇന്നേ വരെ ഈ വിറ്റ പുസ്തകത്തിൻ്റെ ഒറ്റ ചില്ലിക്കാശ് അതിലും തിരിച്ചു വന്നിട്ടില്ല. ആലോചിക്കണം. DC ബുക്സിനോ അല്ലെങ്കിൽ മാതൃഭൂമിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ പ്രസാധനശാലയ്ക്കൊന്നും ഇതൊരു വിഷയം. അവർക്ക് സ്വന്തം പ്രസ്സുണ്ട്, സ്വന്തം അച്ചടിശാലയുണ്ട്, സ്വന്തം പ്രൂഫ് റീഡർ, മുഴുവൻ ആളുകളുണ്ട്. ഈ സമാന്തര പ്രസാധകർ ഇത് മുഴുവൻ പുറത്തിട്ടാണ് ചെയ്യുക. അവർ പ്രിൻ്റ് ചെയ്യണം, വേറെ പിന്നെ പ്രസ്സിന് അയക്കുന്ന മൊത്തവും ചെയ്യണം, DTP ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. പിന്നെ ഈ നമ്മൾ പുസ്തകം വിൽക്കാൻ ആശ്രയിക്കേണ്ടത് ചെറുകിട ബുക്ക് സ്റ്റാളുകളൊക്കെയാണ്. അവരുടെ കയ്യിലേക്ക് പുസ്തകം കൊടുത്ത് ഒരിക്കലും തിരിച്ച് അതിൻ്റെ റിട്ടേൺ വരില്ല, പൈസയും വരില്ല, റിട്ടേണും വരില്ല. ഒരു ചെറുകിട ഈ ബുക്ക് സ്റ്റാളുകാരും ഈ സമാന്തര പ്രസാധകരുടെ പുസ്തകം എടുത്ത് എല്ലാവരും വിൽക്കും, നല്ല പുസ്തകങ്ങൾ ചെയ്തിട്ട് വിൽക്കും, പക്ഷേ റിട്ടേൺ ഒരിക്കലും വരില്ല. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ ലൈബ്രറി കൗൺസിലിൻ്റെ മേള നടക്കുന്നു, നമ്മുടെ വായനക്കാരെല്ലാം ചെല്ലുന്നു, ആദ്യം ചെന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാധനശാലകളിൽ പുസ്തകം എടുക്കുന്നു. ഈ സമാന്തര പ്രസാധകരുടെ ശാലകളെല്ലാം ഏറ്റവും ബാക്കിലായിരിക്കും. അവിടേക്ക് നമ്മൾ ഒരിക്കലും എത്തില്ല, നമ്മൾ മടങ്ങിപ്പോവും. ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ, ഏറ്റവും നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന, നിങ്ങളെ പുതിയൊരു ലോകം കാണിച്ചു തരുന്ന, ലോകത്തെ കാണിച്ചു തരുന്ന പല പുസ്തകങ്ങളും അടക്കിയിരിക്കുന്നുണ്ടാവും.
പക്ഷെ നമ്മൾ അവിടേക്കൊന്നും എത്തില്ല. അപ്പം അങ്ങനെ അനേകം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന, അതിന് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് വായനക്കാർ തന്നെ. വായനക്കാരിലേക്ക് ഈ പുസ്തകം, സമാന്തര പ്രസാധകർ ചെയ്യുന്ന പുസ്തകങ്ങൾ എങ്ങനെയാണ് എത്തിച്ചേരുക, ഈ വായനക്കാർ ഇവരിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ അനേകം, അല്ലെങ്കിൽ ഇതിൻ്റെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ധ്വനി എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരമൊരു ചർച്ചയ്ക്ക് തുടക്കിടുന്നു മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ മൈക്കായി പറയണം. അടുത്തതായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വി ശോഭയാണ്. പ്രസാധന രംഗത്തെ നിറസാന്നിധ്യം, ഗ്രീൻ ബുക്സിൻ്റെ എഡിറ്ററും എഴുത്തുകാരിയും. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ടീച്ചർ. എല്ലാവർക്കും നമസ്കാരം. സമാന്തര പ്രസാധനം എന്നൊരു വിഷയം അക്കാഡമി തിരഞ്ഞെടുത്ത് തന്നപ്പോൾ ഞാൻ ആലോചിച്ചത്, ഈ വിഷയം ഭാവി കാലത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ് എന്നാണ്. സച്ചി മാഷും അബൂബക്കർ മാഷും അക്കാഡമി ഭാരവാഹികളൊക്കെ അശോകേട്ടനൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു വിഷയം എടുക്കുമ്പോൾ അത് ആർക്കാണ് ഗുണപരമായി തീരുക എന്നായിരിക്കാം, അല്ലെങ്കിൽ എന്നാണ് അവർ ആലോചിച്ചിട്ടുണ്ടാവുക. കാരണം സാധാരണ പ്രസാധനം രണ്ട് തരത്തിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഒന്ന് പരമ്പരാഗതം, മറ്റൊന്ന് സ്വയം പ്രസിദ്ധീകരണം. ഇങ്ങനെ രണ്ട് തരത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ഒരെഴുത്തുകാരൻ, പരമ്പരാഗതമായി നോക്കുകയാണെങ്കിൽ ഒരെഴുത്തുകാരൻ കൈയെഴുത്ത് പ്രസിദ്ധീകരണശാലയെ ഏൽപ്പിക്കുന്നു. അവർ പറയുന്നു നോക്കട്ടെ, ചെയ്യാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നോക്കട്ടെ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ വയ്ക്കുന്നു. ഞങ്ങൾ എഡിറ്റോറിയൽ ബോർഡിൽ വെക്കട്ടെ, വായിക്കട്ടെ, അങ്ങനെ കുറച്ച് സമയം പോകും. എഴുത്തുകാരൻ അത് നോക്കിയിരിക്കുന്നു. ഇപ്പം എൻ്റെ അനുഭവം വെച്ച് എഴുത്തുകാരൻ വളരെ ആങ്സൈറ്റിയോട് കൂടിയാണ് ഈ പുസ്തകത്തെ, നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇത് എഴുതിക്കഴിഞ്ഞു, അതിനെടുക്കുന്ന എഫേർട്ട്, ഇനി ഇത് എഴുത്തുകാരന് പ്രസിദ്ധീകരണശാലയ്ക്ക് കൊടുത്താൽ അദ്ദേഹം എന്ത് പറയുമോ എന്നുള്ളൊരു ഉത്കണ്ഠ, ഇത് പുറത്തേക്ക് വരുമോ എന്നൊരു ഉത്കണ്ഠ, എന്നാണ് വരിക എന്ന് പറയുന്ന ആ സമയം മുഴുവൻ എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ ഉള്ളിൽ, എഴുത്തുകാരുടെ ഉള്ളിൽ അത്രയും കാലം അവർ അനുഭവിക്കുന്ന ഒരു വിഷമഘട്ടമുണ്ട്. ചിലപ്പോൾ അത് പ്രസിദ്ധീകരണശാലയുടെ തീരുമാനമനുസരിച്ച് ഞാൻ പറയുന്നു ഇത് നല്ല ബുക്കാണ്, ഞങ്ങൾ 3 മാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കാം, ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്, വേഗം ചെയ്യാം എന്ന രീതിയിൽ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അല്ലെങ്കിലോ ഞങ്ങൾ പറയുകയാണ് 1 വർഷം കഴിഞ്ഞിട്ട് ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഈ എഴുത്തുകാരൻ കാത്തിരിക്കുകയാണ് ഒരു പുസ്തകം വരാനായിട്ട്. എല്ലാവരുടെ എഴുത്തിൻ്റെ ആ ഒരു ഉത്കണ്ഠ നമുക്കറിയാം, എഴുത്തുകാരനറിയാം. അവൻ സ്വപ്നം കാണുകയാണ് എൻ്റെ പുസ്തകം ഇന്ന് വരും. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിന് കുറച്ച് പ്രോസസ്സുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ കയ്യെഴുത്ത് പ്രതിയാണെങ്കിൽ ടൈപ്പ് ചെയ്യണം, നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. ടൈപ്പ് ചെയ്യണം, സെറ്റ് ചെയ്യണം, പ്രൂഫ് ചെയ്യണം, പ്രിൻ്റ് ചെയ്യണം, കവർ ഡിസൈൻ ചെയ്യണം. ഇങ്ങനെ ഇത്രയും പ്രോസസ്സിലൂടെയാണ് ഒരു പുസ്തകം വരുന്നത്. താല്പര്യമുണ്ടെങ്കിൽ വേഗം ചെയ്യും, താല്പര്യമില്ലെങ്കിൽ അവിടെ കിടക്കും. ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 വർഷം, അല്ലെങ്കിൽ കാലങ്ങളോളം. അങ്ങനെ ഒരു പ്രസിദ്ധീകരണശാലയെ ആശ്രയിച്ചിട്ട് ഒരു എഴുത്തുകാരൻ വളരുന്നു. അത് തീർച്ചയായിട്ടും പരമ്പരാഗതമായ പ്രസിദ്ധീകരണ വശം. അത് കഴിഞ്ഞ് എനിക്കൊരു പുസ്തകം പബ്ലിഷ് ചെയ്യണം, ഞാനത് ടൈപ്പ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ഞാനത് പ്രസ്സിൽ പോകുന്നു. അതിന് വളരെ ചെറിയ തുകയെ ചിലവാവുള്ളൂ. പ്രസ് വേണമെങ്കിൽ ഒരു 1000 കോപ്പിക്ക് 5000 കോപ്പിയൊക്കെ അടിച്ചു കൊടുക്കും. പക്ഷെ അതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ ISBN ഉണ്ടാവില്ല, ചിലപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അക്ഷരത്തെറ്റുണ്ടാവും. ഇതൊക്കെ അയാൾ തന്നെ സഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ 2 തരത്തിൽ നമുക്കിത് പ്രസിദ്ധീകരിച്ചാലും
ഞാനൊരിക്കലും ഈ പബ്ലിഷേഴ്സ് എന്ന് പറയുന്നില്ല, എഴുത്തുകാരൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഇതൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാമതൊരു തുറവുണ്ട്, ഒരു നിറവുണ്ട്. അതാണ് സമാന്തര പ്രസാധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാരലൽ പബ്ലിഷേഴ്സ്, അത് ഏതൊരാൾക്കും പബ്ലിഷറായി മാറാനുള്ള സമയം, സ്ഥലം അനുവദിക്കുകയാണ്. ഒരു കോപ്പി ആവാം. അതൊരു പക്ഷേ നമുക്ക് ആമസോണിൽ കൊടുക്കാം, സ്വയം അപ്ലോഡ് ചെയ്യാം, അതിൻ്റെ പൈസ എനിക്ക് കിട്ടും, അല്ലെങ്കിൽ എഴുത്തുകാരന് കിട്ടും. ഇത് വലിയൊരു അതായത് അതിരില്ലാത്തൊരു സ്ഥലമാണ് എഴുത്തുകാരന് നൽകുന്നത്. അവിടെയാണ് ഈ പാരലൽ പബ്ലിഷേഴ്സ് അല്ലെങ്കിൽ സമാന്തര പ്രസാധനത്തിൻ്റെ പ്രസക്തി. അതായിരിക്കാം ഒരു പക്ഷേ, അതായത് എഴുത്ത് ടീച്ചർ പറഞ്ഞതുപോലെ സാമൂഹിക ദൗത്യം നിറവേറ്റാനുള്ളതാണ് എന്ന് പറയുമെങ്കിലും എഴുത്തുകാരനും പ്രസിദ്ധീകരണശാലയും സാമ്പത്തികമായി ഉന്നമനത്തിലെത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാരാണ്. അതില്ലാതെ ഒരു സ്ഥാപനവും നിലനിൽക്കില്ല. എഴുത്തുകാരന് വേണമെങ്കിൽ സ്വന്തമായിട്ട് ചില എഴുത്തുകാരൊക്കെ പറയാറുണ്ട്, എൻ്റെ പുസ്തകം ഞാൻ ആമസോണിൽ ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യാം, നിങ്ങളത് ഹെൽപ്പ് ചെയ്യാമോ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ സമ്മതിക്കാറില്ല. കാരണം അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന ഒരവസ്ഥയായി മാറും. അപ്പോൾ സത്യത്തിൽ ഈ സമാന്തര പ്രസാധനം പൊതുജനങ്ങൾക്കുള്ള ഏറ്റവും നല്ല വഴിയായി മാറുന്നുണ്ട്. പൊതുജനങ്ങളുടെ അറിവിലേക്ക് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും അത് വായിക്കാം. പ്രത്യേകിച്ച് മെഡിക്കൽ ജേണലൊക്കെയാണ് മിക്കവാറും ഗവേഷണങ്ങൾ, മെഡിക്കൽ ജേണലുകൾ, ന്യൂക്ലിയർ കെമിസ്ട്രി എന്നൊക്കെ പറയുന്ന പുതിയ പുതിയ തലങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമാണ് അത് വരാത്തുള്ളൂ. പാശ്ചാത്യ ലോകത്ത് ഇത് അന്നേ വന്നിട്ടുണ്ട്. ഈ പാരലൽ പബ്ലിക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ പുസ്തകം പോലും ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ പാരലലായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണത് പബ്ലിഷ് ചെയ്യേണ്ടത്, എങ്ങനെയാണിത് ആമസോണിൽ അപ്ലോഡ് ചെയ്യേണ്ടത്, ഇതിൻ്റെയൊക്കെ ഒരു പ്രോസസ്സുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മളെല്ലാവർക്കും സുഖമായിട്ട് എഴുത്തുകാരാവാം. അതിൻ്റെ വരുമാനം ഒരു പ്രധാന ഘടകമാണ്. വരുമാനം കിട്ടാം എന്നുള്ള വഴികളിലേക്ക് നമ്മെ പ്രാപ്തരാക്കുന്നതാണ് ഈ സമാന്തര പ്രസാധനം, ദാറ്റ്സ് പാരലൽ പബ്ലിക്കേഷൻസ്. അത് തീർച്ചയായിട്ടും ഒരു ഭാവി കാലത്തിനുള്ളതാണ്, പുതിയ കാലത്തിലേക്കുള്ള വഴിയാണ്. പുതിയ കാലത്തിലേക്ക് എഴുത്തുകാരനെ നയിക്കുന്ന ഏറ്റവും പ്രസക്തമായ കാര്യമാണ് ഈ സമാന്തര പ്രസാധനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മുഖ്യധാര പ്രസാധനമുണ്ട്, സമാന്തര പ്രസാധനമുണ്ട്. അപ്പോൾ ഇപ്പോൾ മുഖ്യധാര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാത്തിരിപ്പിൻ്റെ കാലമാണ്. അത് പ്രസിദ്ധീകരണശാലയുടെ അനുവാദത്തോടും ആഗ്രഹത്തോടും അല്ലെങ്കിൽ താല്പര്യത്തോടും, അങ്ങോട്ട് ഞാൻ പറയാം, താല്പര്യത്തോടും കൂടി ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. കാത്തിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ ടീച്ചർ പറഞ്ഞ പോലെ പ്രിൻ്റ് ഓൺ ഡിമാൻഡ്. അതായത് എനിക്ക് 200 കോപ്പി വേണം. ഇപ്പോൾ ചോദിക്കുന്ന ഏറ്റവും ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ആദ്യത്തെ ചോദ്യം എന്താ അറിയോ, ഇത്ര പേജുള്ള പുസ്തകമാണ്, എത്ര രൂപ തരണം എന്നാണ്. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു. കാരണം ഒരു പുസ്തകം തന്നിട്ട് അവർ ചോദിക്കുകയാണ് എത്ര രൂപയാണ്, എന്താണ് ഇതിൻ്റെ പ്രോസസ്സ്, എത്ര രൂപയാണ് അയക്കേണ്ടത്. അപ്പം ഞാൻ അങ്ങനെയാണ് നമ്മളിപ്പോൾ അതാവശ്യമാണ്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ആദ്യം കേൾക്കുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം നമ്മൾ പുസ്തകത്തെ ഈ കോളേജ് പഠിപ്പിച്ചതിന് ശേഷം ഇവിടെ വരുന്നത് അക്ഷരങ്ങളോട് ഉള്ള പ്രിയം കൊണ്ട് മാത്രമാണ്. എന്നിട്ട് നേരെ എന്നെ ഏൽപ്പിക്കുന്നൊരു ജോലി ഈ പ്രിൻ്റ് ഓൺ ഡിമാൻഡിൻ്റെ ബുക്സാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയാം, ആദ്യം നിങ്ങൾ അയക്കൂ, വായിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. അത് കേൾക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, 100 പേജ് 200 കോപ്പി എത്ര 30,000 രൂപ ഇന്നിങ്ങനെ പറഞ്ഞു നോക്കൂ, എന്തൊരു വിഷമമായിരിക്കും അപ്പുറത്തുണ്ടാവുക. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്നത് എന്താണ്, ഓ എൻ്റെ പുസ്തകത്തിന്, എൻ്റെ അക്ഷരത്തിന് ഇവർ ഇത്ര വിലയിട്ടല്ലോ എന്ന് തോന്നുമല്ലോ. ആ ഒരു തോന്നൽ അതുണ്ടാവാം. പക്ഷെ ആദ്യം ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്. പലരും ആദ്യം വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇത്ര പേജിൻ്റെ ഇത്ര വേണ്ട, എത്ര രൂപ വേണം.
ഞാൻ പറഞ്ഞ രൂപം മാറ്റി വയ്ക്കേ, നിങ്ങൾ പ്രിൻ്റ് അയക്കോ സ്ക്രിപ്റ്റ് അയക്കോ, എന്നിട്ട് നോക്കിയിട്ട് വായിച്ച് നോക്കിയിട്ട് പബ്ലിഷബിൾ ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഇത്തിരി പ്രിൻറ്റിങ് കോസ്റ്റ് എടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞു കൊടുക്കും. ഇതൊരു കമ്പനിയാണ്, നമുക്ക് മാർക്കറ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണ്ടേ. അപ്പോൾ അവർക്ക് ആശ്വാസമായി, യെസ് ഇറ്റ്സ് ഓക്കെ. അവിടെ ഓക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം അക്ഷരങ്ങൾക്കല്ല അവർ വിലമതിക്കുന്നത്, അക്ഷരങ്ങൾക്കാണ് അവർ വിലമതിക്കുന്നത്. എന്നും പണത്തിനല്ല, പണം പ്രാധാന്യമുണ്ട് കേട്ടോ, അത് ഞാൻ ഇല്ലയെന്നും പറയുന്നില്ല. പണത്തിനല്ല പ്രാധാന്യം എന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ്റെ ഉള്ളിലുണ്ടാകുന്ന സുഖം, സാന്ത്വനം, ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ എഴുത്തുകാരന് നമ്മൾക്ക് കൊടുക്കാനാകുന്ന സുഖം. അതാണ് എഴുത്തുകാരന് വേണ്ടതും. അല്ലാതെ അവരുടെ ഇഷ്ടം പോലെ ഇപ്പോൾ 30,000 രൂപ തന്നാൽ ഞങ്ങൾ 200 കോപ്പി പബ്ലിഷ് ചെയ്ത് കൊടുക്കും, അത് വിഷയമല്ല. പക്ഷേ എഴുത്തിനെ നമ്മൾ മാനിക്കുന്നു, എഴുത്തുകാരനെ നമ്മൾ ഓണർ ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഈ ലോകം നാളെ നിലനിൽക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഞങ്ങൾക്ക് തോന്നുന്നത്. ഓൾവേസ് കീപ് ക്വാളിറ്റി എന്ന് പറയുന്ന ഗ്രീൻ ബുക്സിൻ്റെ ലോഗോ അക്ഷരാർത്ഥത്തിൽ എഴുത്തുകാരനും സമൂഹത്തിനും ലോകത്തിനും കൊടുക്കേണ്ട ഏറ്റവും മൂല്യവത്തായ ഒരു സംരംഭമായിട്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസാധനശാല. നാളെയും ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ. കാരണം പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടിയാണ് സാഹിത്യം. നമ്മുടെ മനസ്സിന് ആശ്വാസം കിട്ടണമെങ്കിൽ എഴുത്ത് വേണം, വായന വേണം. പ്രണയിക്കണമെങ്കിലും സുഖം വേണം. അതുകൊണ്ടാണ് ഓരോ കവിതയിലും നമ്മളിങ്ങനെ പാടുന്നത്, കേൾക്കുന്നത്. പ്രണയിക്കണോ നിങ്ങൾ മുരുകൻ കാട്ടാക്കടയുടെ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം. ഇതൊരു സുഖമുള്ള കാര്യമില്ലേ? സങ്കടമാണ് വരുന്നെങ്കിൽ നമുക്ക് പാടാലോ, അവന് വാഴ്വയ്ക്കിനാവ് കഷ്ടം എന്ന് പാടാലോ, അതൊരു സുഖമുള്ള കാര്യമാണ്. അപ്പോൾ എഴുത്തിൻ്റെ ലോകം, വായനക്കാരുടെ ലോകം, സുഖത്തിൻ്റെ ലോകം, സന്തോഷത്തിൻ്റെ ലോകം, സങ്കടത്തിൻ്റെയും ലോകം. ഏതൊരാൾക്കും സുഖവും സമാധാനവും നൽകട്ടെ. പൊതുജനങ്ങൾക്കായാലും തനിച്ച് നിൽക്കുന്നവർക്കായാലും കൂട്ടമായി നിൽക്കുന്നവർക്കായാലും ഈ സമാന്തരം എന്നൊരു വാക്ക് അക്കാഡമി എടുത്തത് ഒരു പക്ഷേ ഈ ഒരു സുഖം ലോകത്തിന് മുഴുവൻ നൽകാനായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ മുഖ്യധാര, സമാന്തരം, പ്രസാധനം, പൈസ ഇതൊന്നുമല്ല. അതിനേക്കാൾ ഉപരി നമുക്ക് ലോകത്തിന് എന്തോ ചിലത് കൊടുക്കാനുണ്ട്. ആ കൊടുത്താലാണ് നമുക്ക് കിട്ടുന്ന സുഖം. സ്നേഹത്തിൽ നിന്നില്ലല്ലോ മറ്റൊന്ന് ലഭിച്ചിടാൻ, സ്നേഹത്തിൻ ഫലം സ്നേഹം മാത്രമാണ് എന്നൊരു സന്ദേശം കൂടെ ലോകത്തിന് നൽകാനാണ് ഈ ഗ്രീൻ ബുക്സ് ആഗ്രഹിക്കുന്നത് എന്നുകൂടെ ഞാൻ പറഞ്ഞിട്ട് മയക്ക് കൈമാറട്ടെ. എല്ലാവർക്കും നന്ദി. തുടർന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രവീൺ വൈശാഖനാണ്. പുസ്തക പ്രസാധക രംഗത്ത് പ്രശസ്തമായ ഐവറി ബുക്സിൻ്റെ ഡയറക്ടറും CEO-യുമാണ് പ്രവീൺ. അതുകൂടാതെ ഞാനൊരു പരിചയപ്പെടുത്തൽ നടത്തേണ്ട ആവശ്യമില്ല എങ്കിലും ഈ സാഹിത്യ അക്കാദമിയുടെ ഭരണസാരഥിയായും ഇരുന്ന വളരെ പ്രശസ്തനായ നമ്മുടെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ വൈശാഖൻ മാസ്റ്ററുടെ മകനും കൂടിയാണ്. ക്ഷണിക്കുന്നു. താങ്ക് യു ടീച്ചർ. ഇവിടെ ഞാൻ ഈ സമാന്തര പ്രസിദ്ധീകരണത്തെക്കുറിച്ച് ശോഭ ടീച്ചർ പറഞ്ഞൊരു വ്യാഖ്യാനം ആലോചിക്കായിരുന്നു. അത് ശരിയാണെന്ന് തോന്നുന്നു. ചെറുകിട പ്രസാധനം എന്നാണ് നമ്മുടെ മനസ്സിൽ മുഴുവനും ഈ സമാന്തര പ്രസിദ്ധീകരണം എനിക്കുണ്ടായിരുന്നത്. അതാണ്, അതിനാണ് ചർച്ചയ്ക്ക് പങ്കെടുക്കാമെന്നും പറഞ്ഞത്. കാരണം ചെറുകിട പ്രസാധനവും വൻകിട പ്രസാധനവും രണ്ട് സെക്ഷനായിട്ട് നിൽക്കുന്നുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ പാരലലി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിലപ്പോൾ ഈ കൂട്ടത്തിൽ അധ്യാപകനല്ലാത്തത് ഞാൻ മാത്രമായിരിക്കും. എൻ്റെ ഫീൽഡ് മാർക്കറ്റിംഗ് ആണ്, സെയിൽസാണ്. ഞാൻ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് സംസാരിക്കാനും ചെറുകിട പ്രസാധന രംഗത്തെ ഏറ്റവും പ്രശ്നം ഉള്ള ഒരു ഏരിയ. ഈ ടീച്ചർ പറഞ്ഞ പോലെ ഉഷാമാർ ടീച്ചർ പ്രസിദ്ധീകരിക്കുന്നതൊക്കെ ഗംഭീര പുസ്തകങ്ങളാണ്. എല്ലാം തന്നെ, എല്ലാ പുസ്തകങ്ങളും സ്വന്തമായിട്ട് പൈസ മുടക്കി അവർ പ്രസിദ്ധീകരിക്കുന്നു. ഇതിനൊരു വിതരണ ശൃംഖല
കാരണം അതൊരു ട്രസ്റ്റാണ്, ഒരു ഗ്രൂപ്പുണ്ട്, വിൽപ്പന നടക്കുന്നുണ്ട്. അല്ലാത്ത ചെറുകിട പ്രസാധകർക്ക് വിൽപ്പനയ്ക്കൊരു മാർഗമില്ല. അവർ ആശ്രയിക്കേണ്ടത് ഒന്ന് ഈ കുത്തക പ്രസാധകരായിട്ടുള്ള, പേര് പറയണതിനൊന്നും യാതൊരു മടിയില്ല എനിക്ക്, DC ബുക്സ് ഉണ്ട്, മാതൃഭൂമി അതിന് തുല്യമായിട്ടോ അതിന് മുകളിലോ എത്തിക്കഴിഞ്ഞു മാതൃഭൂമി. കാരണം മാതൃഭൂമിക്കൊരു പത്രമാധ്യമമുണ്ട് കയ്യിൽ, DC ബുക്സിന് അതില്ല. അപ്പം മാതൃഭൂമി അത് വെച്ചിട്ടും ചെയ്യും. മറ്റ് പ്രസാധകർ, ഞങ്ങളെപ്പോലെ ഈ കുട്ടി പ്രസാധകർ പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ അതിൻ്റെ വാർത്ത കൊടുക്കുമ്പോൾ പ്രസാധകൻ്റെ പേര് പോലും ഒഴിവാക്കുന്നു, കയ്യിൽ വാർത്ത കൊടുക്കില്ല. അതൊന്നും നന്നായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. നമ്മൾ അവരുടെ അടുത്ത് പുസ്തകം മേടിച്ച് വിൽക്കുമ്പോൾ, ഞാൻ മുഴുവൻ വിൽപ്പനയുടെ മാർക്കറ്റിങ്ങിൻ്റെയും സെക്ഷനാണ് പറയുന്നത്, അല്ലാണ്ട് കൾച്ചറൽ ആക്ടിവിറ്റി നമ്മൾ പ്രസാധനം അത് തന്നെയാണ്, പക്ഷെ പൈസയുടെ വശത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് 35% തരും. നമ്മൾ മേടിക്കുമ്പോൾ 35% ഡിസ്കൗണ്ട് വരുള്ളൂ സെയിൽസിൽ. നമ്മളുടെ പുസ്തകം അവർ മേടിക്കുമ്പോൾ അവർക്ക് നമ്മൾ 50% കൊടുക്കണം. ആലോചിച്ച് നോക്കൂ, ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരുതരം ഗുണ്ടായിസം പോലത്തെ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പക്ഷെ അതിന് വിധേയമാവും, കാരണം നമുക്ക് വിൽക്കാൻ മാർഗമില്ല. ഞങ്ങൾ കൂടുതലായിട്ട് 5 പുസ്തകം, ഇപ്പോൾ ഒരു 320 പുസ്തകത്തോളമായി. പുതിയ പ്രസാധകരാട്ടോ, ഐവറി ബുക്സ് എന്ന് പറഞ്ഞാൽ പുതിയ പ്രസാധകരാണ്, പക്ഷെ കുറച്ചും കൂടി പ്രൊഫഷണലി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു മാത്രം. ഞാൻ ഈ മാർക്കറ്റിങ്ങിൻ്റെ വർത്തമാനമൊക്കെ പറഞ്ഞാലും എനിക്ക് 35 വർഷമായിട്ട് ഈ ഫീൽഡിലാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ളതിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം ഈ പുസ്തക പ്രസാധന വിതരണ രംഗത്ത്, അതിൽ വിതരണമാണ് എൻ്റെ വശം. പ്രസാധനത്തിൽ ഞാൻ OIP-യിലുണ്ടായിരുന്നു കുറേ കാലം, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിൻ്റെ പബ്ലിഷിംഗ് ഡിവിഷനിൽ മാർക്കറ്റിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രസാധനത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എഡിറ്റേഴ്സിൻ്റെ കൂടെ ഇരിക്കുകയും മുഴുവനും പല പുസ്തകങ്ങളും, പണിക്കർ സാറിൻ്റെ പുസ്തകം, KN പണിക്കർ സാറിൻ്റെ പുസ്തകമൊക്കെ ഇറക്കുന്നത് നമ്മുടെ ആ സമയത്താണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിതരണ രംഗത്ത് നമ്മൾ നല്ലൊരു ബുക്ക് ഇറക്കിയാൽ അതിന് നമുക്ക് വിൽപ്പനയ്ക്കുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റ് നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ നമ്മൾ നല്ലൊരു പുസ്തകം ഇറക്കിയാൽ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹം കൂടിയാണ് നല്ലൊരു എഴുത്തുകാരുടെ. വലിയ എഴുത്തുകാരുടെ പുസ്തകമൊന്നും നമുക്കൊന്നും കിട്ടില്ല. പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലർക്കും വലിയ എൻ്റെ കയ്യിലൊന്നും അങ്ങനെ വലിയ അറിയപ്പെടുന്ന എഴുത്തുകാരിൽ 1-2 പേരുടെ പുസ്തകമേ ഉള്ളൂ. പക്ഷെ അതും എനിക്ക് വലിയ വിഷമത്തിലാണ് മേടിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ബ്രാൻഡിങ്ങിന് വേണ്ടി അവരുടെ പുസ്തകം മേടിച്ച് വയ്ക്കുകയും അത് വിൽക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നൊരു കണ്ടീഷൻ. കാരണം വിതരണമില്ല. അതിനാണ് ഞാനിവിടെ ഇത് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ജോലിയെല്ലാം വേണ്ട വെച്ച് OIP-യിലെ ജോലിയും വേറൊരു ഒരു എഡ്യൂക്കേഷൻ പബ്ലിഷറുടെ സൗത്ത് ഇന്ത്യ ഹെഡായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മാർക്കറ്റിങ്ങിൻ്റെ ഹെഡായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് വേണ്ടാന്ന് വെച്ച്. അത് ചില സമയത്ത് നമുക്ക് ഈ സെയിൽസ് മാർക്കറ്റിംഗ് ഒക്കെ വല്ലാതെ ഒരു കോൺഫ്ലിക്റ്റ് മനസ്സിലുണ്ടാവും. അത്യാവശ്യം വായനയുള്ളതുകൊണ്ട്, അത്യാവശ്യമുള്ളൂ വായന, പക്ഷേ ഈ മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പുസ്തകങ്ങളെക്കുറിച്ച് ചിന്തിക്കും. നേരത്തെ പറഞ്ഞ പോലെ അത് ഗംഭീരമായിട്ടാണ് ശോഭ ടീച്ചർ പറഞ്ഞു. എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട്, 100 പേജുള്ള പുസ്തകം, ഇത് പല സ്ഥലത്തും അന്വേഷിച്ചിട്ടാണ് ഇവർ വരിക. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര കൃത്യമായിട്ട് ഇവർ ഏത് മീനിനെ പിടിക്കണം എന്നുള്ള അതിന് വേണ്ട ചൂണ്ടയാണ് അവരിടുന്നത്. 100 പേജ് 200 കോപ്പി എത്ര രൂപയാവും? അത് കഴിഞ്ഞ് പറയും 250 കോപ്പിയാണ്. അപ്പം നമ്മളിങ്ങനെ കാൽക്കുലേറ്റർ പോലെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത്രയേ ഉള്ളൂ ഇപ്പം നടക്കുന്ന പ്രസാധനം. പക്ഷെ നമ്മളതിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ 5 പുസ്തകമാണ് ഒരു മാസം ഇറക്കുന്നത്. മാതൃഭൂമി ഞാൻ കേട്ടത് ഒരു ദിവസം 5 പുസ്തകം ഇറക്കുന്നുണ്ട്, ഒരു ദിവസം. ഇതിനെ നമ്മൾ സെൽഫ് പബ്ലിഷിംഗ് എന്ന് പറയും, എല്ലാവർക്കും അറിയാം. ഓഥർ തന്നെ പൈസ തരുന്നു, നമ്മളത് വായിച്ചു നോക്കും. സെറ്റ് അപകടം പിടിച്ച പുസ്തകമാണെങ്കിൽ പ്രസിദ്ധീകരിക്കില്ല, വൃത്തികേടൊക്കെ എഴുതി വെച്ച് അത് വലിയ പ്രസാധകർ അതും പ്രസിദ്ധീകരിക്കും. ചെറുകിട പ്രസാധകർ വൃത്തികേടൊക്കെ എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങളുണ്ട് കുറച്ച്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞ വലിയ വാഗ്വാദം വരുന്നൊരു കാര്യമാണ്. അതാണ് ചില സമയത്ത് വലിയ സാഹിത്യമായിട്ട് കൊട്ടിഘോഷിക്കപ്പെടുന്നതും. അത് നമ്മൾ നോക്കിയിട്ട് ഇതിലിങ്ങനെയൊക്കെ ഉണ്ട്, അത് നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയും. വളരെ അപൂർവമായിട്ടേ പറയുള്ളൂ. കാരണം ഒരു സ്ഥാപനം നടത്തി പോകണം, 5 പേർക്ക് ശമ്പളം കൊടുക്കണം. എനിക്ക് ശമ്പളം വേണ്ട, ഞാൻ വേറെ ജോലി ചെയ്യുന്നുണ്ട്. കാരണം അല്ലാതെ എനിക്കത് കൊണ്ടെടുക്കാൻ പറ്റില്ല. ഭാര്യ പ്രൂഫ് നോക്കും, മാനേജ് ചെയ്യും. ഇതാണ് നമ്മുടെ സ്ഥാപനം. നേരത്തെ നമ്മൾ വരുമ്പോൾ ആരും പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, ഭാര്യയും ഭർത്താവും കൂടി പബ്ലിഷിംഗ് നടത്തുന്നതാണ് ഇന്നത്തെ ഒരു സ്റ്റൈല്. അതുപോലെ ഒരു പ്രസ് ഉണ്ടെങ്കിൽ പ്രസാധകനാവും, DTP അറിയാമെന്നുണ്ടെങ്കിൽ പ്രസാധകനാവും. അതിന് കാരണം 100 കോപ്പിക്ക് 100 പേജുള്ള ബുക്കിന് എന്ത് വില വരും എന്നുള്ളൊരു സംസ്കാരം നമുക്കുണ്ടായതുകൊണ്ടാണ് ഇവരൊക്കെ പ്രസാധകരാകുന്നത്. പക്ഷെ അതല്ല പ്രസാധനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ഇൻ്റർനാഷണൽ പബ്ലിഷർ എടുത്ത് ഒരു പുസ്തകം കൊടുത്താൽ 1.5 വർഷം അവരതിൻ്റെ മുകളിലിരുന്ന് പഠിക്കും, എഡിറ്റ് ചെയ്യും, കണ്ടമാനം സമയം എടുക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? 1.5 മാസം
2 മാസം. കാരണം മത്സരമുണ്ട് ഫീൽഡിൽ. പെട്ടെന്ന് തന്നെ 30-ാം തീയതി വരും. 30-ാം തീയതി വന്നാൽ 1-ാം തീയതി ശമ്പളം കൊടുക്കണം. അപ്പോൾ അപ്പോഴത്തേക്കും എങ്ങനെ ഈ പുസ്തകം ഇറക്കി പൈസ മേടിക്കാം, ഇതാണ് ചിന്ത. 5 പുസ്തകത്തിൽ 1, ശരിക്കും പറയാം എന്താ പ്രശ്നം, അഭിമുഖീകരിക്കുന്ന പ്രശ്നം, 5 പുസ്തകത്തിൽ 1 സ്വന്തമായിട്ട് ഇറക്കും. ഞങ്ങൾ ചെയ്യുന്ന പരിപാടി, ഒരു പുസ്തകം കർഷകൻ്റെ കടബാധ്യത, ഒരു ബുക്ക് ഇറക്കിയതാണ്, ഒരു കോപ്പി വിൽക്കുന്നില്ല. പക്ഷെ അത് വലിയൊരു ദൗത്യമാണ്. കർഷകനെ എങ്ങനെയാണ് ഈ കണ്ടീഷനിലാക്കിയത് ആരാണ്, ഇവരെന്തുകൊണ്ടാണ് ഇതിന് രക്ഷപ്പെടാത്തത്? കാരണം ബേസിക്കലി ഒരു സാധനം അത് 1935 മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ഡോക്ടർ തോമസ് ഇറക്കിയ ഒരു പുസ്തകത്തിൻ്റെ വിവർത്തനമാണ് നമ്മൾ ചെയ്ത്. വിൽക്കുന്നില്ല, അത് ആർക്കും വേണ്ട കർഷകരെ. നമ്മൾ ലൈബ്രറി കൗൺസിലിൻ്റെ ഇതിലിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അടിയിൽ മന്ത്രവാദം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കർഷകൻ്റെ മന്ത്രവാദം ഒരു പുതിയ പുസ്തകമാണ്. അങ്ങനെയാണെങ്കിൽ ആ പുസ്തകം ചിലപ്പോൾ ചിലവാകും. ഇത് ഞങ്ങൾക്ക് ചിലവാക്കാൻ പറ്റില്ല, അവിടെ ഇരിക്കണ്ടേ. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ, മാസം ഇതിറക്കാൻ ഒരു 35,000-50,000 രൂപ മുടക്കിയിട്ടുണ്ടാവും. ആ പൈസ പോയില്ലേ. ഈ സാലറി കൊടുക്കേണ്ട പൈസയിൽ നിന്നും വാടക കൊടുക്കേണ്ട പൈസയിൽ നിന്നും ഇത്രയും പൈസ നമ്മൾക്ക് ബ്ലോക്കായി. 2 വർഷം കൊണ്ടൊക്കെ വിറ്റ് തീരും കേട്ടോ. ഒരു 1000 കോപ്പിയിൽ ഒരു 700 കോപ്പിയൊക്കെ 2 വർഷം കൊണ്ട് ചിലപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ വിൽപ്പിക്കാം. കർഷകൻ്റെ ബുക്കൊന്നും ഒരിക്കലും വിൽക്കില്ല. പിന്നെ കസാൻ സാക്കിത്തിൻ്റെ ഈ പറയല ഖലീൽ ജിബ്രാൻ്റെ മനുഷ്യപുത്രനായ യേശു, അതുപോലും വിൽക്കാൻ പറ്റുന്നില്ല, അത് കാശ് മുടക്കി. അങ്ങനെ എല്ലാ മാസവും ഞങ്ങൾ 50,000 രൂപ 55,000 രൂപ കടത്തിൽ എത്തി നിൽക്കുന്നതാണ് നമ്മുടെ സമാന്തര പ്രസിദ്ധീകരണ അവസ്ഥ. പക്ഷെ അത് ഇറക്കിയില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. കാരണം നല്ലൊരു പുസ്തകം ഇറക്കിയില്ല, വെറുതെ സെൽഫ് പബ്ലിഷിങ് ചെയ്യുമ്പോൾ സെൽഫ് പബ്ലിഷിങ് മോശമെന്ന് പറയുന്നേയില്ല. അപ്പോൾ സെൽഫ് പബ്ലിഷിങ് ഒരിക്കലും ചിലർക്ക് അതൊരു മോശം എന്നുള്ളൊരു കോൺസെപ്റ്റ് ചില എഴുത്തുകാർക്കുണ്ട്. സെൽഫ് പബ്ലിഷ് പൈസ കൊടുത്ത് തീർച്ചയായിട്ടും പൈസ കൊടുത്ത് പബ്ലിഷ് ചെയ്യണം. അതിൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട 1, ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. 2, കുറച്ച് ആൾക്കാർക്ക് ജീവിച്ചു പോകാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നു. 2 സംഭവം ഉണ്ടായില്ലേ, അത് വലിയ കാര്യമല്ല അവർ ചെയ്യുന്നത്. കയ്യിൽ പൈസ ഉണ്ടായിട്ട് ഓരോരുത്തർ വെറുതെ കാശ് കളയുന്നു, അത് മേടിച്ചിട്ട് ഇത് മേടിച്ചു. ഇതല്ല, ഒരു പ്രസാധകന് കൊടുത്തു, 5-6 പേർക്ക് ശമ്പളം കൊടുക്കുന്നതിൽ ഒരു കോൺട്രിബ്യൂഷനായി 1. രണ്ടാമത് എഴുത്തുകാരനാവും അല്ലെങ്കിൽ എഴുത്തുകാരിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് ഇതാണ്. ഇതേ സംഗതി കുത്തക പ്രസാധകർ നടത്തുമ്പോൾ ഭയങ്കര ഇതാണ് സംഭവമാണ്. ഈ ട്രോളിങ് പോലെയാണ്. വലിയ ട്രോളിങ് നടത്തരുത്, വല വിരിക്കരുത്. ചെറിയ വള്ളങ്ങൾ അതിൻ്റെ ഇടയിൽ പോയി എന്ത് മീനാണ് കിട്ടുക? ഞങ്ങൾക്ക് മീൻ കിട്ടുന്നത് വളരെ കുറവാണ്. കാരണം അപ്പുറത്ത് കപ്പൽ വന്ന് വല വിരിച്ചിരിക്കാൻ. ഈ സെൽഫ് പബ്ലിഷിങ്ങിൻ്റെ ആൾക്കാരെ പിടിക്കുന്ന കപ്പലാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം 5 പുസ്തകം ഇറക്കുമ്പോൾ അതിലൊരു 3 പുസ്തകം സെൽഫ് പബ്ലിഷിംഗ് ആണെന്ന് വിചാരിക്കൂ. ബ്രാൻഡുമുണ്ട് അവർക്ക്, വലിയ ബ്രാൻഡുണ്ട്. ഈ ബ്രാൻഡിന് വേണ്ടി നമ്മൾ ടീച്ചർ പറഞ്ഞാൽ 30,000 രൂപ മേടിക്കുമ്പോൾ അവർ 70,000 രൂപ മേടിക്കും. കാരണം അവർക്കൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, വലിയ സ്ഥാപനമല്ലേ, അവിടെ പോകാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഒരു പ്രസിദ്ധീകരണശാല ഒരു 3 വർഷം മുമ്പ് ഈ ഒരു ഏതാ അതെ അതൊക്കെ ഉണ്ട്. ഏകദേശം ഒരു ഒറ്റ അടിക്ക് ഒരു 60-70 എഡിറ്റേഴ്സിന് എടുത്തു. 3 കൊല്ലം മുമ്പ് ഉണ്ടായ സംഭവം. നമ്മുടെ എഡിറ്റർ ഓടിപ്പോയി, അങ്ങോട്ട് പോയി. ആ എഡിറ്റർ സ്ഥലം വിട്ടു. ആകെ ഒരു എഡിറ്ററിനെ എവിടെയോ തപ്പിപ്പിടിച്ച് കിട്ടിയതാണ്. ആ എഡിറ്റർ സീനിയറായിട്ടുള്ള ആളാണ്, നല്ല കക്ഷിയാണ്, നന്നായിട്ട് മലയാള ഭാഷയും സാഹിത്യമൊക്കെ അറിയാം. പക്ഷെ ആളങ്ങോട്ട് പോയി. കാരണം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ശമ്പളത്തിൻ്റെ ഇരട്ടി ഓഫറാണ്. ഇത് വേറൊരു വലിയൊരു അപകടമാണ്. ഇതിന് പരിഹാരമില്ല, ഇതിനൊരു പരിഹാരമില്ല. കാരണം അവരുടെ അടിയിൽ ആ ബ്രാൻഡിൻ്റെ പേരുണ്ടാവും. ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ആളെ പബ്ലിഷ് ചെയ്തതെന്ന് പറയും. ഇത് എന്താ ഇപ്പം ഇതിന് പരിഹാരം? ഒരു പരിഹാരമില്ല. നമ്മൾ മരിച്ചു പോവാതെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ നോക്കുക എന്നുള്ളത് മാത്രമേ പരിഹാരമുള്ളൂ. അതിന് വേണമെങ്കിൽ നമുക്കൊരു മധ്യവർത്തി നയം എടുക്കാം. അതിനാണ് ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ, ഞാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞാലും എൻ്റെ ഭാര്യ ആട്ടോ ഇത് മുഴുവൻ നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു പോളിസി കൊണ്ടുവന്നു. ആ പോളിസിയിലാണ് ഇത് 4 പുസ്തകം സെൽഫ് പബ്ലിഷിങ് പൈസ മേടിച്ചടിക്കും. 5ാമത്തെ പുസ്തകം സ്വന്തമായിട്ട് വളരെ ആത്മഹത്യാപരമായിട്ടുള്ള തീരുമാനം എടുക്കുകയും ആ പുസ്തകം ഇറക്കുകയും ചെയ്യും. പക്ഷെ അത് ഇറക്കുന്നതിലാണ് ഈ സ്ഥാപനം മുമ്പിലേക്ക് പോകുന്ന ആ ഒരു എനർജി കിട്ടുന്നത്. കാരണം വളരെ കുറച്ച് ആൾക്കാർ നിങ്ങളുടെ ആ പുസ്തകം അത് ഇറക്കിയത് നന്നായിട്ടോ എന്ന് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അതാണ് മെയിനായിട്ട്. പക്ഷേ ഇതൊരു സ്ഥാപനമായിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്ഥാപനമായിട്ടും വലിയ ബിസിനസ് ലാഭം ഉണ്ടാക്കാതെ ഒരു ഉരുണ്ടിങ്ങനെ മറ്റേ ഇതിൽ കയറിയ പോലെ, എന്താ പറയുക, ഈ ട്രെഡ്മില്ലിൽ കയറിയ പോലെയാണ്. ട്രെഡ്മില്ലിൽ കയറിയാൽ നിൽക്കാൻ പറ്റില്ല.
ഇതിൽ കയറിപ്പോയി നിന്നാൽ മുഖം അടിച്ച് താഴെ വീഴും. പക്ഷെ അത് നിർത്താതെ പോയിക്കൊണ്ടിരിക്കാൻ ഞങ്ങൾ ചെയ്യുന്നത് വിതരണ ശൃംഖല ഇല്ലായ്മയാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഇഷ്യൂ. ഞാനിത് തുടങ്ങിയപ്പോൾ ചെറുകിട പ്രസാധകരെ കുറേ പേര് ഇതുപോലെ ഇതൊക്കെ ഇപ്പോൾ ഈ ഗ്രീൻ ബോക്സ് ഒന്നും ചെറുകിട പ്രസാധനം എന്ന് പറയാൻ പറ്റില്ല. കാരണം അതുപോലെ ടീച്ചറിൻ്റെ പക്ഷെ നല്ല സെൽഫ് പബ്ലിഷിങ്ങേ ഇല്ല. സ്വന്തമായിട്ട് പൈസ മുടക്കി എടുക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു കൾച്ചറൽ ആക്ടിവിറ്റി നടത്തുന്നത് ഉഷാകുമാരി ടീച്ചറിൻ്റെ സ്ഥാപനമാണ് ഈ കൂട്ടത്തിൽ. പക്ക 100% എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഈ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, കുറേ പേരെ വിളിച്ചു, ഒരു ലോഗോ ഉണ്ടാക്കി, ഒരു കാർഡ് ഉണ്ടാക്കി, ഒരു കളക്റ്റീവ് ഉണ്ടാക്കി. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ലോഗോസിൽ അജിത്താണ് ആദ്യം പറഞ്ഞത്, നിങ്ങൾ പ്രവീണിൻ്റെ കാര്യം അറിയാഞ്ഞിട്ടാണ് ഞാനിത് കുറേ ശ്രമിച്ചതാണ്, നീ വേണമെങ്കിൽ ശ്രമിച്ചു നോക്ക്, ഒരാളെയും കിട്ടില്ല കൂടെ നിൽക്കാൻ, ഒരു ചെറുകിട പ്രസാധകരെയും കൂടെ നിൽക്കാൻ കിട്ടില്ല. അവരെല്ലാം സെപ്പറേറ്റ് സ്വഭാവമാണ്. ഇത് പബ്ലിഷിംഗ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യൻ പബ്ലിഷേഴ്സിൻ്റെ കോൺക്ലേവ് ഉണ്ട് ടോട്ടൽ ഇന്ത്യയുടെ, അതിൽ തന്നെ ഇതാ സംഭവം. അത് നാട്ടുരാജ്യങ്ങൾ മല്ലടിക്കുന്നതും പിന്നെ ചില പാർട്ടിക്കാർ മല്ലടിക്കുന്നതും പോലെ ചെറിയ ചെറിയ ചില പല ഡിവിഷനാണ്. 50 പേരുണ്ടെങ്കിൽ 50 പാർട്ടിയായി മാറും. ഇങ്ങനെ കുറേ സാക്ഷിയില്ല. അതുപോലെയാണ് ഇവിടെ. യോജിക്കില്ല. അത് യോജിക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാൾ കുറച്ച് സ്വാധീനം സമൂഹത്തിൽ ചെലുത്താനോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഐഡിയകൾ ഉണ്ടെങ്കിൽ അങ്ങേരുടെ അടുത്തേക്കായിരിക്കും സെൽഫ് പബ്ലിഷേഴ്സൊക്കെ പോവുക. കാരണം ഇതെല്ലാം നിലനിൽക്കുന്നത് സെൽഫ് പബ്ലിഷിങ്ങിലാണ്. അപ്പോൾ കുറേ എഴുത്തുകാർ വരുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പബ്ലിഷറുടെ അടുത്തേക്ക് പോകുമ്പോൾ മറ്റ് പബ്ലിഷേഴ്സിന് അത് വലിയ അടിയായിരിക്കും. അതാണ് തോന്നുന്നു അവർ യോജിക്കാത്തതിൻ്റെ ഒരു സംഭവം. അപ്പോൾ അജിത്ത് പറഞ്ഞതിൻ്റെ അടുത്ത് അത് നടക്കില്ല എന്ന് പറഞ്ഞു. നടന്നില്ല. ഞാനത് രജിസ്റ്റേഡ് ട്രേഡ് മാർക്കും ഹൈലി പ്രൊഫഷണലിയാണ് പ്ലാൻ ചെയ്തത്. അത് വർക്കൗട്ടായില്ല. പക്ഷേ ഇപ്പോൾ കൊച്ചിയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സംഘടന ഉണ്ടായി, കേരള പബ്ലിഷേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ടായി. അത് നന്നായി വരുവാണെങ്കിൽ നല്ല കാര്യമാണ്. എൻ്റെ ഉദ്ദേശം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ ജില്ലയിലും ഒരു കട, ഒരു ചെറിയ ഷോപ്പ്, അത്രയും മതി. ഒരു 5000 രൂപയെങ്കിലും റെൻ്റ് കൊടുക്കുന്ന ഷോപ്പ് എടുത്തിട്ട് ഈ പറയുന്ന ചെറുകിട പ്രസാധകരുടെ അസോസിയേഷനിലുള്ള ബുക്കുകളൊക്കെ അവിടെ കിട്ടും. അപ്പോൾ നമുക്ക് നല്ല പുസ്തകങ്ങൾ ഇറക്കാം, സെൽഫ് പബ്ലിഷിങ്ങും ചെയ്യാം, അതേ സമയത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ മൂല്യങ്ങളുള്ള ബുക്കുകളും ഇറക്കാൻ പറ്റും. സെൽഫ് പബ്ലിഷിങ്ങിൽ മൂല്യമുള്ള ബുക്ക് വരാറുണ്ട്. ചില ആളുകൾ സെൽഫ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇതില്ലാത്ത ബുക്കാണെന്ന് വിചാരിച്ച് തള്ളിക്കളയുന്ന ആവശ്യമില്ല. ഞാൻ എൻ്റെ നേരത്തെ പറഞ്ഞ എഡിറ്റർ ഉണ്ടായിരുന്നപ്പോൾ പുള്ളിയോട് പറഞ്ഞിരുന്നത്, പുള്ളിക്ക് വളരെ പുച്ഛമാണ് ഈ സെൽഫ് പബ്ലിഷിങ് ആൾക്കാരെ കണ്ട്. അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ ഏറ്റവും വലിയ കുത്തക സെൽഫ് പബ്ലിഷറുടെ അടുത്താണ് പോയി നിൽക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് അത് വായിക്കാൻ കൊള്ളില്ല. ഞാനിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ഒരു പുതിയ ചെറുപ്പക്കാരൻ വന്നിരിക്കുകയാണ് പുതിയ ആശയങ്ങളുമായിട്ട്, വിചിത്രമായിട്ടുള്ള എഴുത്ത് രീതി. ഇതിനെ കണ്ട വഴിക്ക് തന്നെ ഇതിനെ ഉടനെ നിക്കോള ഗോഗോളിനും മറ്റും വൻ കസാൻസാക്കിസിനെയൊക്കെ ഉപമിച്ച് ഈ സാധനത്തിന് വേണ്ടാന്ന് പറയുന്ന ഒരു പ്രവണത ഈ എഡിറ്റർ കാണിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എഡിറ്റർ അല്ലേ, അത് എഡിറ്റ് ചെയ്ത് ശരിയാക്ക്, ആ പുള്ളിയോട് സംസാരിക്കുക, ഡിസ്കസ് ചെയ്യും, എന്നിട്ട് അയാളെ ഒരു എഴുത്തുകാരനാക്കി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതല്ലേ എഡിറ്റർ അഭിപ്രായം. അച്ഛൻ പറയാറുണ്ട്, ഒരു മാതൃഭൂമിയിലേക്ക് കഥ അയച്ചാൽ 1-2 പ്രാവശ്യം തിരിച്ചു വന്നു. 1964 തിരിച്ചു വരുമ്പോൾ MTയുടെ ഒരു കത്താണ് വരുന്നത്. ഇപ്പോഴും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ കത്തിൽ അതാണ് എഡിറ്റർ. ആ കത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല എഴുത്തുകാരനാവാൻ കഴിയും, പക്ഷേ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഭയങ്കര സംഭവമാണ്. ഇന്ന് ചെറുകിട പ്രസാധകരുടെ ഇടയിൽ എഡിറ്റിംഗ് വളരെ കുറവാണ്, വളരെ ചെയ്യുന്നില്ല. കാരണം റാറ്റ് റേസ് എന്ന് പറയില്ല നമ്മൾ ഇംഗ്ലീഷിൽ. ഞങ്ങൾ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആരെ കിട്ടും. ആരെയും കിട്ടിയാൽ ഉടനെ അത് മേടിക്കുക, കാശ് മേടിക്കുക, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കുക. എഡിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൂടുതൽ പൈസ മേടിക്കണം. കാരണം എഡിറ്റർക്ക് നല്ലൊരു ഇങ്ങോട്ട് കൊടുക്കണം. അവരുടെ ആ ബുദ്ധിയും അവരുടെ അനുഭവങ്ങളും അതിലവർ ഷെയർ ചെയ്ത് ആ വർക്കിനെ നന്നാക്കും. ശരിക്കും ചെയ്യേണ്ട വർക്ക് പ്രസാധനത്തിൽ എഡിറ്റിംഗ് ആണ് ബേസിക്കലി. ടീച്ചർ അതെടുത്തോളൂ ഒന്ന് പറയും. നമ്മളിതൊരു പാനൽ ഡിസ്കഷനാണ്. ഓരോ പ്രസാധകൻ്റെയും അവരുടെ പ്രത്യേകത പറയലല്ല, സത്യത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഇഷ്യൂവിനെ കുറിച്ച് പറയാം. അതായത് നീലച്ചടയും നമ്മുടെ ഇതേപോലെ വന്നതാണ്, ഇങ്ങനെ സെൽഫ് പബ്ലിഷിങ് ചെയ്തതാണ്. പക്ഷേ നമ്മൾ എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി കൊടുത്തു. അതേപോലെ ലാൽ ജോസ് എന്ന് പറഞ്ഞ കുട്ടിയുടെ കോഫി ഹൗസ് ഗ്രീൻ ബുക്സിലൂടെ വന്ന് വലിയ എഴുത്തുകാരായി മാറിയതാണ്. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റിംഗ് വലിയൊരു പറയുന്ന പോലെ ബെസ്റ്റ് ബുക്കായിട്ട് മാറും, അത് യാതൊരു സംശയമില്ല. കാരണം ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികളായിരിക്കും, എൻജിനീയേഴ്സൊക്കെ ആയിരിക്കും, അവർക്ക് മലയാളം പോലും ശരിക്കും എഴുതാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അവർ നെക്സ്റ്റ് പറയുന്നത്, ഇത് ഞാൻ തന്ന ബുക്ക് തന്നെയാണോ, എത്ര മനോഹരമായിരിക്കുന്നു,
ദാറ്റ്സ് എഡിറ്റിങ്. അത് പക്ഷേ പ്രവീൺ പറയുന്നത് വളരെ കറക്റ്റാണ്. എഡിറ്റ് ചെയ്യാതെ ഒരു ബുക്ക് പുറത്തേക്ക് വിട്ടാൽ അത് സമൂഹത്തിന് ചെയ്യുന്ന ദോഷമാണ് എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. വിദേശ പബ്ലിക്കേഷൻസിൽ 1.5 വർഷം വച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞില്ലേ? പെൻഗ്വിനിലും ഹാർപ്പറിലും ഹാഷറ്റിലും OEPയിലും ഒക്കെ പിയേഴ്സണിലൊക്കെ ബുക്ക് കൊടുത്താൽ 1.5 വർഷം 2 വർഷം മിനിമം ഇരിക്കും. ഓറിയൻ ബ്ലാക്ക് സ്വാൻ, പെർമനൻറ്റ് ഇങ്ക് എന്ന് പറഞ്ഞിട്ട് രാമേന്ദ്ര ഗുഹയൊക്കെ ആദ്യം എഴുതിക്കൊണ്ടിരുന്നു. അവരുടെ ഗ്രൂപ്പിൻ്റെ പുസ്തകത്തിൽ 1-2 വർഷം ഇരിക്കും. എന്താ പറയുക, എഡിറ്റ് ചെയ്യണം, അതിന് മുകളിൽ കയറി ഇരിക്കുകയാണ് അവരിങ്ങനെ പരിശോധിച്ച്. പക്ഷേ അതിനകത്ത് എന്ത് സംഭവം എന്നറിയോ, ഞാനിപ്പോൾ ശ്രദ്ധിച്ചില്ല, എനിക്കറിയില്ല, ടീച്ചർമാർക്കൊക്കെ ടീച്ചേഴ്സ് ആയതുകൊണ്ട് കുറേ അനുഭവങ്ങളുണ്ടാവും. ലോകത്തിലെ വൻകിട പ്രസാധകർ വളരെ റിച്ചായിട്ടുള്ള ഡ്യൂക്ക് കുടുംബങ്ങളാണ്. രാജകുടുംബങ്ങൾ പോലത്തെ കുടുംബങ്ങളുടെ പാഷനാണ് പബ്ലിഷിംഗ്. അവരെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, മനസ്സിലായി? ആ പൈസ വെച്ച് ഇതങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. കുറച്ച് പൈസ വെച്ച് അതിൽ നല്ല ബുക്ക് ഇറക്കി വിൽക്കാൻ പറ്റാതെ, വിതരണ ശൃംഖലയില്ലാതെ, കയറ് മേടിക്കാനുള്ള കാശ് കിട്ടുമോ, അല്ലെങ്കിൽ പുതിയ തരം വിഷമുണ്ടോ, ചിലവ് കുറഞ്ഞ വിഷം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെറുകിട പ്രസാധകം പോകുന്നത്. കാരണം ബേസിക്കായിട്ടുള്ള പൈസയില്ല. അപ്പോൾ ശ്രമിക്കേണ്ട കാര്യം ഈ സെൽഫ് പബ്ലിഷിംഗ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പലരുടെ കയ്യിലും കാശുണ്ട്, അവർക്കൊരു എഴുത്തുകാരിയോ ആവാൻ ഒരു പുസ്തകം ഇറക്കണം. FBയിൽ എഴുതുന്നു. FB എന്നോ നിർത്തിപ്പോണ്ടതാണ്. ഇന്നും അവർ ചാരപ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ് ഇപ്പോഴും FB ഉള്ളത്. അല്ലെങ്കിൽ FB പണ്ടേ നിന്ന് പോയനെ. വാട്സപ്പും നടക്കുന്ന അതുകൊണ്ടാണ്. ഈ പറയുന്ന സർവീലൻസ് ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ സാധനമൊക്കെ. നമ്മളതിൽ കുടുങ്ങിക്കിടക്കുക. വിപ്ലവം നടത്തുന്നതും അതിലൂടെയാണ്. അപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ, FBയിൽ എഴുതി ഒരു ദിവസം FB നിർത്തും. അപ്പോൾ എഴുതിയത് മുഴുവൻ അവിടെ പോയി നല്ല നല്ല കാര്യങ്ങൾ എഴുതുന്നുണ്ട്. എത്രയോ എഴുത്തുകാർ ഗംഭീരമായിട്ടുള്ള വർക്കുകളാണ് ഫേസ്ബുക്കിൽ എഴുതുന്നത്. നന്നായിട്ട് സീരിയസ് ആയിട്ട് എഴുതുന്നുണ്ട്. ടീച്ചർ പറഞ്ഞ സമാന്തര പ്രസിദ്ധീകരണം തന്നെയാണത്. അതിനെ പുസ്തകമാക്കിയാൽ ഏതെങ്കിലും ഒരു ലൈബ്രറിയിലോ എവിടെയെങ്കിലും അത് ഇരിക്കുകയും ഇവർ മരിച്ച് ചിലപ്പോൾ ഇവർ ആരും വായിച്ചിട്ടുണ്ടാവില്ല. 100 വർഷം 110 വർഷം ഒരു കുട്ടി പോയി ഈ പുസ്തകം എടുത്ത് വായിക്കും. മരിച്ച് ഇറങ്ങിയൊരു ബുക്ക് എടുത്ത് വായിക്കുമ്പോഴുള്ള നമ്മുടെ ആ ഡ്രീം ഉണ്ടല്ലോ, ഇങ്ങനെ സംഭവിക്കും. ഇതാണ് പ്രസിദ്ധീകരണ രംഗത്ത് നമുക്ക് തോന്നുന്ന ഏറ്റവും വലിയ സന്തോഷം. ഇത് ഞാൻ ഇവരോട് പറയാറുണ്ട്. ചിലർ കവിത ഇപ്പോൾ ഒരു വേറെ സംഭവമുണ്ട്, ടീച്ചർ കവിത പ്രസിദ്ധീകരിക്കുക. കവികളൊക്കെ ഇവിടെ ഉണ്ടാവും, കവിത എഴുതുന്നവരുണ്ടാവും. ഒരു കുഴപ്പമില്ല, എഴുതിക്കോളൂ, നല്ല കാര്യം തന്നെ. കവിത എഴുതുന്നത് വളരെ നല്ല കാര്യം. കവിത വായിക്കുന്ന ഏറ്റവും നല്ല ഉദാത്തമായ സാഹിത്യമാണ് കവിത. പക്ഷെ ചിലർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കേ, കവിതയാണ് പ്രസിദ്ധീകരിക്കുമോ? പേടിച്ചിട്ടൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾ കവിത പ്രസിദ്ധീകരിക്കും. എന്ത് കവിത പ്രസിദ്ധീകരിക്കുക? കവിത പ്രസിദ്ധീകരിക്കും, പക്ഷെ കവിത ഒന്ന് തരണം. കവിതയുടെ കേസിൽ മാത്രം നമ്മൾ പ്രത്യേകം ഒരു ശ്രദ്ധ എടുക്കും. എഴുതി കൊണ്ടുവരുന്ന സാധനം എവിടെ നിന്നൊക്കെയാണ് AI ഉപയോഗിച്ചിട്ടൊന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എളുപ്പമല്ല, ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. AIയിലിട്ട് കൊടുത്ത പ്രസിദ്ധീകരിച്ച സാധനമാണെങ്കിൽ ഇയാൾ പറഞ്ഞു തരും നമുക്ക്. AI പറയും. ഞാൻ വർക്ക് ചെയ്യുന്നൊരു AI കമ്പനിയിലാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. AIൻ്റെ റോബോട്ടിക്സിൻ്റെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ. അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന അത് വായിച്ചു നോക്കും, എന്തെങ്കിലുമൊക്കെ എഴുതി വച്ചിരിക്കുകയാണോ എന്നുള്ള മഹാമോശമാണെങ്കിൽ നമുക്കത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. അത് നമ്മൾ പറയും, ഇത് ഒഴിവാക്കാമെന്ന് പറയും, ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പം തന്നെ പറയും. അല്ലെങ്കിൽ വളരെ എളുപ്പം പ്രസിദ്ധീകരിക്കാവുന്നതാണ് കവിത. കാരണം DTP ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ നമ്മൾ പ്രൂഫ് നോക്കണമെന്നില്ല. കാരണം ഇത് കവിത ആയതുകൊണ്ട് നമ്മൾ പ്രൂഫ് നോക്കി എഡിറ്റ് ചെയ്താൽ കവിക്ക് ദേഷ്യം വരും. കാരണം തിരിച്ചും മറിച്ച് എഴുതിയിട്ടുണ്ടാവും. കവിതയുടെ സ്റ്റൈൽ അതാണല്ലോ, അത് ഗദ്യമല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മുഴുവൻ ചെയ്ത് ഞങ്ങൾ ചെയ്യുന്ന പണി അവർക്ക് തന്നെ കൊടുക്കും. നിങ്ങൾ നോക്കൂ എന്ന് പറയും, അവർ നോക്കും. അപ്പോൾ നമുക്ക് അത്രയും ജോലി കുറഞ്ഞു, പൈസയും കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് കവിതയുടെ ഒരു സംഭവം. 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ പ്രവീണേട്ടൻ പറഞ്ഞതിനോട് ചേർത്ത് പറയണം. ഇപ്പോൾ ഈ FBയുടെ കാര്യം പറഞ്ഞല്ലോ പ്രവീണേട്ടൻ. അപ്പോൾ നമ്മളിപ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് അഖിൽ ധർമ്മജൻ്റെ പുസ്തകങ്ങൾ വെച്ചിട്ടാണ്. ഇപ്പോൾ അതിനിപ്പോൾ എഴുത്ത് കോടതിയിലെത്തുന്ന വളരെ ഇന്ദുമേനനും അഖിലും തമ്മിലൊരു തർക്കം ഇപ്പോൾ കോടതിയിലായി. അഖിലിൻ്റെ ഏറ്റവും പുതിയ നോവൽ രാത്രി 12 മണിക്ക് ശേഷമാണുള്ളത്. ഒപ്പിട്ട് വാങ്ങാനൊക്കെ ആളുകൾ രാത്രി മറ്റേ വിജയുടെ സിനിമ വരുമ്പോൾ പാലഭിഷേകം ചെയ്യുന്ന പോലെ ക്യൂ നിൽക്കുകയായിരുന്നു. ഒട്ടും എഡിറ്റ് ചെയ്യപ്പെടാത്ത ഒരു പുസ്തകമാണത്. ഞാൻ അത് പിന്നീട് പറയാം. അഖിലിൻ്റെ ആദ്യ നോവൽ ഓജോ ബോർഡ് അയാൾ ഫേസ്ബുക്കിൽ എഴുതിയതാണ്. ഓരോ ലക്കങ്ങളായിട്ട് ചെറിയ ചെറിയ കുറിപ്പുകളായിട്ട് ഫേസ്ബുക്കിൽ എഴുതി അപ്ലോഡ് ചെയ്ത പുസ്തകമാണ് ഓജോ ബോർഡ്. അയാൾ സെൽഫ് പബ്ലിഷ് ചെയ്തതാണ്. അയാൾ ഈ
ഈ അയാൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിന് ശേഷം നടത്തിയൊരു ഇൻ്റർവ്യൂവിൽ അയാൾ പറഞ്ഞത് ആ പുസ്തകം സ്വന്തം നിലയിൽ പബ്ലിഷ് ചെയ്തിട്ട് ബസ് സ്റ്റാൻഡിലും പിന്നെ കടകളിലും പിന്നെ മാർക്കറ്റിലും പിന്നെ ബസ്സുകളിലും ട്രെയിനിലുമൊക്കെ അയാൾ സ്വന്തം നിലയിൽ ചുമന്ന് കെട്ടി കൊണ്ടുപോയി വിറ്റ ആളാണ്. ഇന്ന് പിന്നെ ലക്ഷങ്ങൾ ഓരോ മാസവും റോയൽറ്റി ഇനത്തിൽ വാങ്ങുന്ന അഖിൽപിന്നെ. അത് അയാളുടെ എഴുത്തിൽ പിന്നെ ക്രോണോളജിക്കലായിട്ട് എന്തെങ്കിലും ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നു എന്നുള്ളത് വേറെ കാര്യം, അതൊക്കെ നമ്മുടെ വിഷയമല്ല. പക്ഷേ മലയാളികൾ അയാളോട് പുലർത്തുന്ന സമീപനത്തിൽ വ്യത്യാസം വന്നു എന്നാലോചിച്ച് നോക്കാം. അന്ന് ചുമന്ന് കിട്ടിക്കൊണ്ട് നടന്ന ഒരു വാല്യൂവും കൊടുക്കാത്ത ഒരാളെ ഇപ്പം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കാണ്. ചുമട് രണ്ടിടത്തും ഉണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം, രാജശ്രീ രാജശ്രീയുടെ എൻ്റെ അടുത്ത സുഹൃത്താണ്. രാജശ്രീയുടെ കല്യാണിയുടെയും ദാക്ഷാണിയുടെയും കഥ എന്ന് പറയുന്ന നോവൽ അവർ FBയിൽ എഴുതിയതാണ്. FBയിൽ ഓരോ ആഴ്ചയും കണ്ണശ എഴുതുന്ന സമയത്ത് ഞാൻ രാജശ്രീയോട് ചെന്ന് ചോദിച്ചു, ടീച്ചർ ഇതെങ്ങനെയാണ്? അയ്യോ അടുത്ത ആഴ്ച എന്തെഴുതണമെന്ന് എൻ്റെ മനസ്സിൽ പോലും ഇല്ല, അപ്പോൾ വരുന്ന സാധനം എഴുതിയിടുകയാണ്. അങ്ങനെ എഴുതി വിട്ട പിന്നെ രാജശ്രീയുടെ നോവൽ നമ്മൾ ഏറ്റെടുക്കുകയും അതൊരു കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്ന തലത്തിലേക്ക് വരികയും ചെയ്തു. മൂന്നാമത്തെ ഉദാഹരണം എച്ച്.കുട്ടിയുടെ ആത്മകഥയാണ്. വളരെ വിവാദമായ ആത്മകഥ. അത് എന്താണ് വിവാദം എന്ന് ഞാൻ പറയുന്നില്ല, വായിച്ചിട്ടുള്ളവരുണ്ടാവും. അതവർ FBയിൽ എഴുതിയതാണ്. അത് പിന്നീട് അവർ പേര് വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പേരൊക്കെ മറച്ചിട്ട് FBയിൽ എഴുതിയ കുറിപ്പാണ്. DC ബുക്സ് ഇപ്പോൾ ഏതാണ്ട് 9ാമത്തെ പതിപ്പായി. അത് അത്തരം ഞാൻ പറഞ്ഞത് FB എന്ന് പറയുന്നൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം ഏതെങ്കിലും ഒരു കുറച്ച് മുകളിലോട്ട് കയറി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവരെല്ലാം ചവിട്ടി പടിയെ മറന്നിട്ട് വൻകിട പ്രസാദത്തിലേക്ക് പോയില്ല, അതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലേക്ക് പോകും. ഇതുപോലെയാണ് ഈ ട്രാൻസ്ലേഷൻ്റെ വലിയൊരു പ്രശ്നം. പലപ്പോഴും ഈ ചെറുകിട പ്രസാദകർക്ക് വൻകിട പുസ്തകങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്യുക, ഗ്രീൻ ബുക്സ് ധാരാളം ട്രാൻസ്ലേഷൻ ചെയ്ത പുസ്തകങ്ങൾ, സുരേഷ് MG ചേട്ടനൊക്കെ ധാരാളം പുസ്തകങ്ങൾ പിന്നെ ട്രാൻസ്ലേഷൻ ചെയ്തു. ഈ ട്രാൻസ്ലേഷൻ്റെ റൈറ്റ് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ ദ ഗുഡ് മാൻ ജീസസ് ആൻഡ് സ്കൗണ്ടറൽ ക്രൈസ്റ്റ് എന്ന് പറയുന്നൊരു നോവലുണ്ട്. ജോസഫ് പുൾമാൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ. അതായത് യേശു ക്രിസ്തു എന്ന് പറയുന്ന രണ്ടാളാണെന്നും അത് ജീസസ് എന്ന് പറയുന്ന ഒരാളും ക്രിസ്തു എന്ന് പറയുന്ന രണ്ടാളാണെന്നും അതിൽ ജീസസ് തെമ്മാടിയായ ജീസസ് ഒരു നല്ല മനുഷ്യനാണെന്നും ക്രൈസ്റ്റ് ഒരു മോശം മനുഷ്യനാണെന്നും ഈ തെമ്മാടിയായ ക്രൈസ്റ്റ് ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം പറയുന്നത് ഈ ജീസസിൻ്റെ ഒരു പണിയായി മാറി എന്ന് പറയുന്ന ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളൊരു ഭാവനാത്മക ഒരു നോവലാണ്. ജോസഫ് പുൾമാൻ എന്ന് പറയുന്ന ഒരാൾ എഴുതിയതാണ്. ഈ നോവൽ ഇംഗ്ലീഷിൽ വന്ന സമയത്ത് ഇത് രസകരമായിട്ട് തോന്നിയിട്ട് ഞാൻ ഈ ജോസഫ് പുൾമാൻ മെയിൽ അയച്ചിട്ടുണ്ട്. മെയിൽ അയച്ചിട്ട് ആ മെയിലിന് റിപ്ലൈ പോലും കിട്ടിയിട്ടില്ല. അവർ റിപ്ലൈ ചെയ്യില്ല. അതൊക്കെ ഭയങ്കര ഏജൻസി വെച്ചിട്ടുള്ള, അതായത് നമുക്ക് എഴുത്തുകാരെ നേരിട്ട് ചെന്നിട്ട് അവരുടെ അടുത്ത് മുട്ടാനൊന്നും പറ്റത്തില്ല. ഈ തോമസ് മന്നെ കാണാൻ പോയൊരു കഥ MD പറഞ്ഞിട്ടുണ്ട്. ജർമ്മനി പോയ സമയത്ത് തോമസ് മന്നെ കാണാൻ ചെന്ന് ചോദിക്കുമ്പോൾ ഈ വർഷം 2 ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ആ 2 ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ 2 വർഷം കഴിഞ്ഞ് വന്ന് നോക്കൂ എന്നാണ്. ഒരു ഏജൻസി വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ പക്ഷേ ഇതേ നോവൽ ജോസഫ് പുൾമാൻ്റെ നോവൽ DC ഒരു വർഷത്തിന് മുമ്പ് ഇറക്കിയിട്ടുണ്ട്. പ്രവീണേട്ടൻ പറഞ്ഞ പോലെ വലിയ രാജാക്കന്മാരുടെ കുടുംബം പണം എടുത്തിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പ്രിവിലേജും നമ്മൾ പാഷൻ വെച്ച് ചെയ്യുന്ന പ്രിവിലേജും വേറെയാണ്. അതിപ്പോൾ മലയാളത്തിലെ എഴുത്തുകാർക്കും ഒക്കെ ഉണ്ട്. ഈ പറയുന്ന നമ്മൾ ഒരു പടി കടന്നു വരുമ്പോൾ അവർ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും കാര്യം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതൊരു വലിയ സാധ്യതയുള്ള മേഖലയാണെങ്കിൽ ഇപ്പം കവിതയുടെ കാര്യം പറഞ്ഞു. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെടുന്നത് കവിതയാണ്. ആ കവിത ഏറ്റവും കൂടുതൽ കുറച്ച് വായിക്കപ്പെടുന്നതും വ്യാഖ്യാനിക്കപ്പെടുന്നതും കവിതയാണ്. പക്ഷേ ഈ കവിത ഈ പ്രവീണേട്ടൻ പറഞ്ഞ പോലെ ഇത് പുസ്തകമാക്കപ്പെടണ്ടേ? ഇത് FBയിൽ കിടന്നാൽ മതി, അല്ലെങ്കിൽ വേറെ അടുത്ത് കിടന്നാൽ മതി. അതൊരു വലിയ സാംസ്കാരിക മൂലധനമാണ്. ഇത് ആര് പ്രസിദ്ധീകരിക്കും? DC വളരെ അപൂർവമായിട്ട് കവിത പ്രസിദ്ധീകരിക്കാറില്ല. സച്ചിമാഷിൻ്റെയോ അല്ലെങ്കിൽ KGSൻ്റെയോ അല്ലെങ്കിൽ കൽപ്പറ്റ നാരായണൻ്റെയോ അങ്ങനെയുള്ള ഏറ്റവും റെനോവേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കവിത മാത്രമേ. ഇപ്പോൾ ശാസ്ത്രശർമ്മ മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. മാഷിൻ്റെ കവിതാ പുസ്തകം പിന്നെ ലോഗോസ് ഇറക്കിയതാണ്. ഞാൻ വിചാരിക്കുന്നത് മലയാളത്തിൽ ഇന്ന് എഴുതപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കവിതയുടെ കൂട്ടത്തിലെല്ലാം ശാസ്ത്രശർമ്മ മാഷിൻ്റെ കവിതയുണ്ട്. ഡെറി ഇവിടെ ഇരിക്കുന്നു. ഡെറി സ്റ്റുഡൻ്റാണ്, കേരള കോളേജിൽ പിന്നെ പൊളിറ്റിക്സിൽ റിസർച്ച് ചെയ്യുന്ന കുട്ടിയാണ്. ഏറ്റവും ചെറിയ തലമുറയിലെ കുട്ടിയാണ്. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നൊരു പുസ്തകം നമ്മൾ ലോഗോസ് ഇറക്കിയതാണ്. അതിഗംഭീരമായ പൊളിറ്റിക്കലായിട്ടുള്ള കവിതകളാണ്. പക്ഷേ ഇതൊന്നും DC യുടെ മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാൾ മോശം പുസ്തകങ്ങൾ ചിലപ്പോൾ അവർ ചെയ്തേക്കാം.
മാതൃഭൂമി തീരെ കവിത ചെയ്യില്ല. ആരാണ് കവിത ചെയ്യുന്നത്? കവിത ചെയ്യണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കവിതകളെല്ലാം കൂടെ ഏറ്റെടുത്ത് എനിക്കോ പ്രവീണേട്ടനോ അല്ലെങ്കിൽ വേറൊരാൾക്കോ ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും സെൽഫ് പബ്ലിഷിംഗ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് വരേണ്ടി വരും. ഞാൻ രണ്ടാമതൊരു കാര്യം പറയും. ഇപ്പോൾ നമ്മൾ ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ കഥ എന്ന് പറഞ്ഞൊരു പുസ്തകം ലോസ് ചെയ്തിട്ടുണ്ട്. 6ാമത്തെ പതിപ്പാണ്. ഭയങ്കര ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ള പുസ്തകമാണ്. അത് 5ാം പതിപ്പെത്തിയത് കേരളത്തിലെ ജനത ആ പുസ്തകത്തിൻ്റെ ക്വാളിറ്റി അറിഞ്ഞ് ഏറ്റെടുത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ലോഗോസ് പോലെയുള്ള ഒരു സാധനശാലയ്ക്ക് അത്ര ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഏറ്റവും കൂടുതൽ എഴുതപ്പെടുന്നത് ആനുകാലികങ്ങൾ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതപ്പെടുന്നുണ്ട്, നിരൂപണങ്ങൾ എഴുതപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പുസ്തകമാവുന്നില്ല, ഒന്നും പുസ്തകമാവുന്നില്ല. ഈ പ്രവീണേട്ടൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഈ വലിയ സാഹിത്യത്തിന് മുതൽക്കൂട്ടാൻ വേണ്ടുന്ന സാംസ്കാരിക പ്രവർത്തനമായി മാറേണ്ടതൊക്കെ ആനുകാലികങ്ങളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറിപ്പുകളായിട്ട് അവിടെ കിടക്കുകയാണ്. കാര്യം ഇതൊന്നും പ്രസിദ്ധീകരിക്കാൻ വൻകിട പണമുള്ള ഫണ്ടിങ്ങുള്ള നെറ്റ്വർക്കുള്ള തയ്യാറാവുന്നില്ല. ഇത് മുഴുവൻ ഏറ്റെടുത്ത് വലിയൊരു പുസ്തകങ്ങളാക്കി മാറ്റാനുള്ള ശേഷി പലപ്പോഴും ചെറുകിട പ്രസാധകർക്കില്ല. ഇനി അതിൻ്റെ കൂടെ വരുന്നൊരു കാര്യമാണ് ഈ പറയുന്ന പോലെ പുസ്തകങ്ങളുടെ വേറൊരു തരത്തിലുള്ള ഷിഫ്റ്റിങ് നടക്കുകയാണ്. ഇപ്പോൾ ഈ വായന എന്ന് പറയുന്ന സാധനം വരുന്നു, കിൻഡിൽ എഡിഷൻ വരുന്നു, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള എഡിഷൻ. ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ പേഴ്സണൽ ലൈബ്രറി എന്ന് പറയുന്നത് ഒരു പക്ഷേ പി ഗോവിന്ദപിള്ളയുടെ ലൈബ്രറി ആയിരിക്കും, അല്ലേ? പക്ഷേ പി ഗോവിന്ദപിള്ള എന്ന് പറയുന്ന മാർക്സിസ്റ്റ് ചിന്തകനായ ആളുടെ ലൈബ്രറി ആയിരിക്കും ഒരു പക്ഷേ ഏറ്റവും വലിയ പേഴ്സണൽ ലൈബ്രറി എന്ന് പറയപ്പെടാവുന്നത്. കാര്യം ഒരു വീടിൻ്റെ ഒരു ഫ്ലോർ മുഴുവൻ ലൈബ്രറിയാണ്. പക്ഷേ പി ഗോവിന്ദപിള്ളയുടെ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങൾ മുഴുവൻ വേണം നമുക്കൊരു ഒരു പാംഡോപ്പിൽ സൂക്ഷിക്കാൻ തരത്തിലേക്ക് കാലം മാറിക്കഴിഞ്ഞു, ഡിജിറ്റലൈസ് ചെയ്യപ്പെടുകയാണ്. ഒരു വീട് മുഴുവൻ വേണ്ട, ഒരു ലൈബ്രറി മുഴുവൻ നമുക്ക് ഒരു ഡിവൈസിലേക്ക് വരുന്ന കാലം. അപ്പോൾ പുസ്തകത്തിൻ്റെ രീതി മാറുകയാണ്, വായന രീതി മാറുകയാണ്. അപ്പം ഈ പ്രസാധനത്തിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണെന്ന് കൂടി ഒരു 5 വർഷം കഴിയുമ്പോൾ പ്രിൻ്റഡ് മീഡിയ എന്ന് പറയുന്ന സാധനം ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. എന്നുവെച്ചാൽ ഈ സമാന്തര പ്രസാധനം എന്ന് പറയുന്ന സംഗതി വരുന്നത്. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. തമിഴിൽ വളരെ പ്രസിദ്ധനായൊരു എഴുത്തുകാരുണ്ട്, സുന്ദരരാമസ്വാമി എന്നാണ് പേര്. സുന്ദരരാമസ്വാമിയെ എല്ലാവർക്കും അനുമാനിക്കും. അദ്ദേഹം നാഗർകോവിലിൽ ജീവിച്ച ആളാണ്. ഒരുപക്ഷെ നമ്മൾ പോസ്റ്റ് മോഡേൺ എന്ന വാക്ക് കേൾക്കുന്നതിന് മുമ്പ് പോലും പോസ്റ്റ് മോഡേണിസം വെച്ചിട്ട് നോവൽ എഴുതിയ ആളാണ്. ചില കുറിപ്പുകൾ എന്ന് പറയുന്ന നോവലുണ്ട്. അദ്ദേഹം 10 വയസ്സ് വരെ കോട്ടയത്ത് ജീവിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പോസ്റ്റ് മാസ്റ്റർ ആയതുകൊണ്ട് സുന്ദരരാമസ്വാമി 10 വയസ്സ് വരെ കോട്ടയത്താണ് ജീവിച്ചത്. ആ 10 വയസ്സ് വരെ കോട്ടയത്ത് ജീവിച്ച ആ സുന്ദരരാമസ്വാമി CJ തോമസിനെ നേരിട്ട് കണ്ടറിഞ്ഞതിൻ്റെ ബലത്തിൽ CJ തോമസിനെ കുറിച്ച് തമിഴിലുണ്ടായ നോവലാണ് ചില കുറിപ്പുകൾ. മലയാളത്തിൽ പോസ്റ്റ് മോഡേണിസത്തെക്കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് തമിഴന്മാരെപ്പോഴും സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ നമ്മളെക്കാൾ മുമ്പിലാണ്. അപ്പോൾ ആ നോവൽ അദ്ദേഹമാണ് തമിഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴിലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പെന്ന് പറയാവുന്ന കാലച്ചുവടെന്ന് പറയുന്ന മാസിക നടത്തുന്നത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകൻ കണ്ണനാണ് ഇപ്പോൾ കാലച്ചുവടെന്ന് പറയുന്ന മാസിക നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം, അദ്ദേഹത്തിൻ്റെ മകൻ കഴിഞ്ഞ ദിവസം ഈ പ്രവീണേട്ടൻ പറഞ്ഞ പോലെ ഒരു കളക്റ്റീവായ സംഗതി നടത്തുന്ന ആമസോണിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം പോലെ. അതായത് ആമസോൺ പുസ്തക പ്രസാധനത്തിലും ഡിസ്ട്രിബ്യൂഷനിലും ഭയങ്കരമായിട്ട് കയറി ഇടപെടുകയും അത് പുസ്തക പ്രസാധനത്തെ വല്ലാതെ ബാധിക്കുന്നു. ഇവരുടെ മൊണോപ്പൊളിയെ തകർക്കാൻ ഇന്ത്യയിലെ മുഴുവൻ പ്രസാധകരുടെ കൂട്ടായ്മ ചേർന്നുകൊണ്ട് അതെന്ത് ചെയ്യാമെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഒരു മെസ്സേജ് വന്നു. പക്ഷേ ആമസോണിനെതിരെ ആര് വെല്ലുവിളിക്കും? അതൊരു വലിയൊരു പ്രശ്നമാണ്. ആമസോണിൻ്റെ കേസ് പറയാൻ പോയാൽ ഞാൻ ആമസോണിനെതിരെ കേസ് കൊടുത്തിട്ടിരിക്കുക. ഹൈക്കോടതിയിൽ നിന്നൊരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആമസോൺ ചെയ്യുന്ന വേറെ കുറേ അട്രോസിറ്റീസ് ഉണ്ട്. വലിയൊരു തരികിട കമ്പനിയാണ്, ആർക്കും അറിയില്ല, ബ്രാൻഡായതുകൊണ്ട് എല്ലാവർക്കും. ഇന്ന് നമ്മുടെ അവിടെ വരുന്ന പല എഴുത്തുകാരും പുസ്തകം ആമസോണിൽ ഇടുമെന്നാണ് ചോദിക്കുന്നത്. അവർക്ക് അത്ര അറിഞ്ഞാൽ മതി. ഇതെല്ലാം കുറ്റം പറയാൻ പറ്റില്ല. കോ ബ്രാൻഡിങ് പ്രോഗ്രാമാണിത്. ആമസോണിൽ നമ്മുടെ ബുക്ക് വന്നാൽ നമ്മുടെ ബുക്ക് എന്തോ എല്ലായിടത്തും കാണുമല്ലോ. പക്ഷേ ഇന്ത്യയിലേ ഉണ്ടാവുള്ളൂ, പുറത്തൊന്നും വിൽക്കാൻ പറ്റില്ല, ആർക്കും വിൽക്കാൻ പറ്റുന്നില്ല. ഇന്ത്യൻ പെൻഗ്വിൻ്റെ ബുക്ക് ആമസോൺ UK-ലില്ല, യൂറോപ്പിലില്ല, എവിടെയില്ല. ഞാൻ പറഞ്ഞു വന്നത് വിതരണം ആണ് ചെറുകിട പ്രസാധകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. വിതരണത്തിനുള്ള മാർഗമില്ല. അതുണ്ടാക്കാൻ പറ്റിയ വളരെ നന്നായി. പക്ഷേ അതിലൊറ്റ കാര്യം പറഞ്ഞിട്ട് എൻ്റെ പോയിൻ്റ് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ വാട്സപ്പിലൂടെ പുസ്തകം വെക്കുന്നവരുണ്ട്. അവരതിന് ഓൺലൈൻ പുസ്തകം എന്നാണ് പറയുന്നത്. വീട്ടിലിരുന്നുകൊണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും പിന്നെ ശാരീരികമായിട്ട് ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരും വീടുകളിലിരുന്ന് പുസ്തകം വെക്കുന്നുണ്ട്. അത് വലിയ പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ അതിന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ റീലുകൾ ഉണ്ടാക്കണം,
പുസ്തകത്തിൻ്റെ റീലുകൾ ഉണ്ടാക്കിയാൽ ആ റീലുകൾ ഈ പറയുന്ന അന്തരീക്ഷത്തിൽ കടന്ന് കറങ്ങി ആളുകൾ മുഴുവൻ കാണുകയും അവർ ഈ പുസ്തകം അന്വേഷിക്കാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെയാണല്ലോ ഇപ്പോൾ ധർമ്മേൻ്റെ പുസ്തകം തന്നെ വളരെ പ്രശ്നം. ധർമ്മേനെ നമ്മൾ ഐവറി ബുക്സിൽ കൊണ്ടുവന്ന് പ്രോഗ്രാം നടത്തി. നല്ലൊരു കക്ഷിയാണിത് ധർമ്മജൻ, പരിചയപ്പെട്ടിരിക്കേണ്ട ആളാണ്. 3 പുസ്തകം സെൽഫ് പബ്ലിഷ് ചെയ്തതാണ്. DC കൊടുത്തിട്ടാണ് അവസാനത്തെ പുസ്തകം രാം കെയർ ഓഫ് ആനന്ദി പബ്ലിഷ് ചെയ്ത്. അത് റീല് വന്ന് ഹിറ്റായപ്പോൾ ഉടനെ തന്നെ DC സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്തു. അത് അങ്ങനെയാണ്, നമ്മളാണെങ്കിലും അത് ചെയ്യുള്ളൂ. ഹിറ്റായി കഴിഞ്ഞാൽ നമ്മൾ പറയും നിങ്ങളിനി പൈസ മുടക്കണ്ട, ഞങ്ങൾ പൈസ മുടക്കിക്കൊള്ളാം. പക്ഷേ അവർക്ക് വിതരണ ശൃംഖലയുണ്ട്. നമ്മളത് പൈസ മുടക്കി ഇറക്കാൻ പോയാലും നമുക്കത് വിതരണ ശൃംഖലയാത്തതുകൊണ്ട് പറയണ പോലെ ഒരു നീതിയോടുകൂടി ജസ്റ്റിസ് കാണിക്കാൻ പറ്റില്ല എഴുത്തുകാരനോട്. ഇപ്പോൾ ഈ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്, റീൽ ഉണ്ടാക്കിയാൽ വെക്കും. ഇപ്പോൾ എല്ലാവരും റീൽ ഉണ്ടാക്കുകയാണ്. റീല് മടുത്തിട്ട് ആളുകൾ പിന്നെ രക്ഷപ്പെടില്ല. വ്യത്യസ്തമായ റീല് ഉണ്ടാക്കാൻ നോക്കണം. ഇപ്പോൾ എല്ലാവരും ഇരുന്ന് കുട്ടികളൊക്കെ ഇരുന്ന് പുസ്തകം വായിക്കുന്നു, വളരെ വൈകാരികമായിട്ടൊക്കെ ശബ്ദത്തിലൊക്കെ വായിച്ചിട്ട് റീല് പോസ്റ്റ് ചെയ്യും. വലിയ ചിലവൊന്നുമില്ലാത്ത, എക്സ്പെൻസ് കുറവാണ്. പക്ഷെ അത് ഗുണം ചെയ്യും ഈ വാട്സപ്പിലൂടെ പുസ്തകം വെക്കുന്നവർക്ക്. അത് ഞങ്ങളെ പോലത്തെ ചെറുകിട പ്രസാധകർക്ക് അങ്ങനെ റീല് ചെയ്യുവാണെങ്കിൽ വിതരണ ശൃംഖല ഇല്ലാത്തതിൻ്റെ കുറവ് ഒരു 10% നികത്താൻ പറ്റും. ബാക്കി കൂടുതൽ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്ന വിതരണമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഗ്രീൻ ബുക്സ് ആണെങ്കിൽ ഗ്രീൻ ബുക്സിന് വിതരണ ശൃംഖല കുറച്ച് ബ്രാഞ്ചുകളുണ്ട്. 4 ബ്രാഞ്ച് ഉണ്ടല്ലോ അല്ലേ, 4 ബ്രാഞ്ച് ഉണ്ട്. ഉഷാകുമാരി ടീച്ചർക്കാണെങ്കിൽ വലിയ നെറ്റ്വർക്ക് ഉണ്ട്. കാരണം അവരൊരു വലിയ സംഘടനയാണ്, ഒരു ഗ്രൂപ്പാണ്. അവർക്ക് അവരുടെ പുസ്തകങ്ങൾ, ഞാൻ ഒരു പ്രസ്സിൽ പോയപ്പോൾ പറഞ്ഞു, ഞാൻ 300 കോപ്പി അടിക്കാൻ ചെല്ലുമ്പോൾ പ്രസ്സുകാർ പറയാം, ടീച്ചർ സമ്മതക്കാർ 2000 കോപ്പിയായിട്ട് അടിക്കാം, 300 വന്ന് അടിക്കാം. അപ്പോൾ നമുക്ക് നാണക്കേടൊന്നുമില്ല കേട്ടിട്ട്. കാരണം നമുക്കത് പറ്റും. നമ്മളുടെ പൈസ മേടിച്ച് പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരു 300 കോപ്പിക്ക് എത്ര പൈസ എന്ന് വെച്ചാൽ അത് കൊടുത്തിട്ട് ചെയ്യും. ലോഗോസും കുറേ അധികം സ്വന്തമായിട്ട് പുസ്തകം ഇറക്കുന്നുണ്ട്. അതിൻ്റേതായ പ്രതിസന്ധികൾ അവർക്കുണ്ട്. അവർക്കും ഈ പറഞ്ഞ പോലെ വിതരണ ശൃംഖല ക്ലബ്ബുണ്ട് അല്ലേ. ലോഗോസിനൊരു ക്ലബ്ബ് ഉള്ളതുകൊണ്ട് കുറേ ബുക്ക് വെക്കും. ഐവറി ബുക്സ് പോലത്തെ ഒരു കുഞ്ഞ് സ്ഥാപനത്തിന് ക്ലബ്ബൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ക്ലബ്ബ് ഉണ്ടാക്കാൻ പോയപ്പോൾ നമ്മുടെ ഓഡിറ്റർ പറഞ്ഞു അതുണ്ടാക്കി പൈസ പിരിച്ച എന്തോ കേസിലൊക്കെ കൊടുക്കും, അവരെ പേടിപ്പിച്ചിട്ട് നമ്മൾ അതും ചെയ്തില്ല. ഞങ്ങളിങ്ങനെ ഒരു സമാന്തരമായിട്ട് ഈ പറഞ്ഞ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വാക്ക് ഇവിടെ ശോഭയും സുരേഷും പ്രവീണുമൊക്കെ പ്രസാധന രംഗത്തുള്ള വിവിധ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും അവതരിപ്പിച്ചു. ഇതിൽ സദസ്സുകൂടി പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് എങ്ങനെയാണ് പ്രതിസന്ധികളുണ്ട്, അതോടൊപ്പം അതിനെ മറികടക്കാനുള്ള ശ്രദ്ധേയമായ പരിപാടികളുണ്ട്. അതൊക്കെ എന്തായിരിക്കണം എന്ന് നിങ്ങളുടെ മനസ്സിലുള്ളത് കൂടി ഒന്ന് പറയണം. ക്ഷണിക്കും. ചെറുകിട പ്രസാധകർക്ക് വലിയ പങ്കുണ്ട് എഴുത്തുകാരെ വളർത്തിയ കാര്യത്തിൽ. എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ വലിയ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർ പലരും, ഞാൻ 2 സംഘടനയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. സഹൃദയവേദി, തൃശ്ശൂർ കലാസദൻ. ഈ 2 സംഘടനയും എനിക്ക് തോന്നുന്നു ഒരു 50 വർഷം മുമ്പ് ഒരു കഥാസമാഹാരം, ഒരു ലേഖന സമാഹാരം, ഒരു കവിതാ സമാഹാരം അങ്ങനെ ഇറക്കി. അതിൽ ആദ്യമായിട്ട് കഥ എഴുതിയ ആളുകളൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ നോവലിസ്റ്റും കഥാകൃത്തുമൊക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. അതുപോലെ മുല്ലനേഴി പോലെയുള്ള ആളുകൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് നാടകമൊക്കെ അഭിനയിച്ച് അതിൽ ഗാനങ്ങളൊക്കെ എഴുതിയിരുന്ന വേറെ ആളുകളാണ്. അന്ന് ഗാനമൊന്നും എഴുതിയിരുന്നില്ല, കവിത എഴുതിയിരുന്നില്ല. പിന്നീട് അദ്ദേഹം കവിത ഒക്കെ എഴുതി അത് സിനിമയിലേക്ക് വന്ന് വലിയ പ്രശസ്തനായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചെറുകിട പ്രസാധകർക്ക് വലിയ പങ്കുണ്ട്. HNCക്ക് ചോദിച്ചപ്പോൾ HNC ഞാൻ ഇപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ അടുത്ത കാലത്ത് കുറേ പരിചയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പേര് ബേബി മൂക്കൻ എന്നാണ്, സഹൃദയ സെക്രട്ടറി. ടീച്ചറൊക്കെ ഉണ്ടായി കോളേജിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് എറണാകുളത്ത് മാത്രം 4 സ്റ്റാളുണ്ടെന്ന് HNCക്ക്. അതുപോലെ എല്ലാ ജില്ലയിലും കോഴിക്കോട്, തിരുവനന്തപുരത്ത്. അപ്പോൾ ഈ സഹൃദയവേദിയുടെ ഈ കുറുമാഷക്കുള്ള കാലത്ത് ഞങ്ങൾ ഈ പൂർണ്ണ ബുക്സിൽ പോയിട്ടുണ്ട്. അന്ന് അദ്ദേഹം തുടങ്ങി സൈക്കിളുമ്പോൾ പുസ്തകം കൊണ്ടുകൊടുക്കുന്ന കാലം. ഇന്നിപ്പോൾ ഒരു വലിയ നിലയിലെത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ വിചാരിച്ചിട്ടില്ല. അത്രയും അദ്ദേഹം ബുദ്ധിമുട്ടുണ്ട്. HNCക്ക് ഏറ്റവും വലിയ വിതരണ ശൃംഖല HNCക്ക്. പിന്നെ 32 ബ്രാഞ്ച് ഉണ്ട്. DCക്ക് അത്ര ട്രെയിനിലൊക്കെ ബുക്ക് 15 രൂപ 5 രൂപയൊക്കെ ബുക്ക് വിറ്റിട്ട് അങ്ങനെ വലിയൊരു ഇത് പ്രചരണം അവരുണ്ടാക്കി. അപ്പോൾ അതുപോലെ പൂർണ്ണയ്ക്ക് ഞങ്ങൾ അവിടെ ചെല്ലുന്ന കാലത്ത് വളരെ ചെറിയ രീതിയിൽ നടന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഈ സെൽഫ് പബ്ലിഷിങ്ങിൻ്റെ, അതിൻ്റെ ഒരു പാർട്ടി കൊല്ലത്തുണ്ട്.
അവർ പറയണത് സുജിലി പബ്ലിക്കേഷൻസ് കൊല്ലം അറിയില്ല. അവർ ഞാൻ 1-2 പേരെ അങ്ങനെ എനിക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അതിൽ പബ്ലിഷ് ചെയ്തു. അവരതിന് 10-20 കോപ്പിയെ കൊടുക്കുള്ളൂ. പിന്നെ നമ്മൾ ഈ DTP എടുത്ത് അവിടെ അവർക്ക് അഴിച്ചു കൊടുക്കണം. അവരുടെ ചിലവിൽ പബ്ലിഷ് ചെയ്യും. അവരെന്ത് ചെയ്യുന്ന വെച്ചാലേ ഒരു പുസ്തകം വിറ്റ് കഴിഞ്ഞാൽ ആ പുസ്തകത്തിൻ്റെ റോയൽറ്റി അപ്പോൾ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും. ഒരു പുസ്തകം വിറ്റു, ആ പുസ്തകം അന്ന് തന്നെ അവർ കൊടുക്കും. അപ്പോൾ ഡെയിലി എഴുത്ത് റോയൽറ്റി 10 രൂപയാണെങ്കിൽ 10 രൂപ. അപ്പോൾ ഡെയിലി അവർ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ അക്കൗണ്ടിൽ ഡെയിലി 100 രൂപ, 10 രൂപ, 20 രൂപ വരുന്നു. ദേ ആർ സാറ്റിസ്ഫൈഡ്. അവർക്ക് വലിയ സന്തോഷമാണ്. സംഭവം അവർ ചെയ്യുന്ന ഒരു വലിയ അബദ്ധമാണതെന്നാണ് എനിക്ക് തോന്നിയത്, അറിയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ സുജിലയിലാണ് ഞങ്ങൾ പബ്ലിഷ് ചെയ്തത്. കാര്യമില്ലാണ്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം റോയൽറ്റി 10 രൂപ കിട്ടിയാൽ മതി എന്നുള്ളത് ആണൊരു വിചാരം. അത് ശരിക്കും പറഞ്ഞ എഴുത്തുകാരനെ ഡെയിലി അവർക്ക് കാണാമെന്നാണ് പറയുന്നത്. അങ്ങനെ 1-2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ പൈസ ഒന്നും മേടിക്കണില്ല അല്ലേ? പൈസ ഓക്കെ ഓക്കെ. അപ്പോൾ അവർക്ക് പ്രസ്സുണ്ട്. വന്നുകൊണ്ട് വരും. പ്രസ് ഉള്ളതുകൊണ്ട് പ്രസ് എൻഗേജ്ഡ് ആക്കണം. അതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. പിന്നെ വേറൊരു പ്രസാധകൻ ഒരു മിനിറ്റ് കൊണ്ട് പറയാം. ഒരു പ്രസാധകൻ ഇതേപോലെ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല പരിചയമുള്ളൊരു കക്ഷി, പ്രസാധകൻ എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു കക്ഷി കുറേ ബുക്കുകളൊക്കെ സംഘടിപ്പിച്ചു. പക്ഷേ നല്ല വലിയൊരു സ്ഥാപനത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ്. പുള്ളി പറഞ്ഞ് സൗജന്യമായിട്ട് പ്രസിദ്ധീകരിച്ചു കൊടുക്കും. റോയൽറ്റിയുടെ 50% തരും. എല്ലാവരും ഇത് പ്രസിദ്ധീകരിക്കാൻ താല്പര്യമുള്ള കേൾക്കേണ്ടത്. വിചിത്രമായൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, വളരെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ, ആ പരസ്യം അയച്ചു തന്നു. അപ്പോഴാണ് ഞാൻ ഈ പരസ്യം കണ്ടത്. ഇതെന്താ ഫ്രീ ആയിട്ട് പബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നു, 50% റോയൽറ്റിയും തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ്. ഒന്ന്, DTP ചെയ്യാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കും. DTP ചെയ്യുക, പൈസ കൊടുക്കുക. എഡിറ്റിംഗ് വേണമെങ്കിൽ എഡിറ്ററെ കാണിച്ചു കൊടുക്കും, എഡിറ്റ് ചെയ്ത് അയാൾക്ക് പൈസ കൊടുക്കും. പ്രസ് കാണിച്ചു കൊടുക്കും, പ്രസ്സിൻ്റെ പൈസ കൊടുക്കുക. പൈസ അയാൾ കൈകൊണ്ട് തൊടില്ല. പുസ്തകത്തിന് 200 രൂപ, അതിനകത്ത് 100 രൂപ വെക്കുമ്പോൾ തരണം. എങ്ങനെയുണ്ട്? നല്ല ഭയങ്കര ബുദ്ധിപരമായ അത് എക്സ്പീരിയൻസ് കൊണ്ടാണ് അതുണ്ടായിട്ടുള്ളത്. പെൻ ബുക്സ് നിർത്തിയതാണ്. അല്ല, പെൻ ബുക്സ് അത് വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമുള്ള ആളായിരുന്നു. പെൻ ബുക്സ് അതിൻ്റെ ഓണർ പോളി അത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പുള്ളി ഇല്ലാതായതാണ്. അത് അതിൻ്റെ പുറകിൽ വേറെ കുറേ ഹിസ്റ്ററീസ് ഉണ്ട്. പക്ഷേ പെൻ ബുക്സിൻ്റെ പരിപാടി അവർ ഈ പല സൂത്രപ്പണികളുണ്ടായിരുന്നു. കാരണം വലിയ സ്ഥാപനങ്ങളുടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥാപനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി പെൻ ബുക്സ് എന്നുള്ള ബോർഡ് വയ്ക്കും. എന്നിട്ട് കുറേ ഫോട്ടോസ് മനോരമയിൽ 1.5 കോടി രൂപയുടെ പരസ്യം ചെയ്തു. അത് വലിയ ഹിസ്റ്ററി ഉണ്ട് അതിന്. അത് കച്ചവടത്തിൻ്റെ തകർന്നു പോകുന്ന ഒരു പുതിയ മെത്തേഡാണ് അവർ ആവിഷ്കരിച്ചത്. അത് തകർന്നു പോയി അതോടുകൂടിയിട്ട്. ഈ ആട് മാഞ്ചിയം എന്ന് കേട്ടിട്ടുണ്ടോ? ആട് മാഞ്ചിയം വെറുതെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിൽ HYS ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചു. ഈ സ്ഥലമൊക്കെ ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്തു. അപ്പോൾ ആളുകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇതാണ് പോളി ചെയ്തത്. ആരെങ്കിലും എന്തെങ്കിലും? ഹലോ, ഞാൻ ഈ സെൽഫ് പബ്ലിഷിങ്ങിനെ കുറിച്ചാണ് എനിക്കൊരു അഭിപ്രായം ഉണ്ട്. അതിൽ ആർക്കും ഏത് ബുക്കും സ്വീകരിക്കാം എന്നുള്ള നില പല പബ്ലിഷറെ കൊണ്ട് ഈ സെൽഫ് പബ്ലിഷിംഗ് രംഗത്ത് വന്നിട്ടുണ്ട്. അതൊരു ക്വാളിറ്റി ചെക്കോ എഡിറ്റിങ്ങോ ഇല്ലാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് ധാരാളം പുസ്തകങ്ങൾ മാർക്കറ്റിൽ ഫ്ലഡ് ചെയ്യാണ്. ഒരുപാട് പുസ്തകങ്ങൾ നല്ല ഭംഗിയായിട്ടൊക്കെയാണ്. പക്ഷെ കണ്ടന്റിനെ കുറിച്ച് ഒരു ക്വാളിറ്റി ചെക്കോ എഡിറ്റിങ്ങോ നടത്താൻ വരുന്ന പ്രശ്നമാണ്. അപ്പോൾ ഈ വായനക്കാരന് ഒരുപാട് സാധനങ്ങൾ കിട്ടുകയാണ്. ഒരു ഫ്ലഡിലാണ് ചെന്ന് വായനക്കാരൻ പെടുന്നത്. അവരിപ്പോൾ എത്ര പുസ്തകം മേടിക്കാൻ പറ്റും ഒരാൾക്ക്? അപ്പോൾ അവൻ റീൽസ് ആരാണോ കൂടുതലിടുന്നത്, വാട്സപ്പിൽ ആരാണോ കൂടുതൽ, ഇതെത്ര അവന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിലൊരു ക്വാളിറ്റി ചെക്കും ഇതും അല്ല. അതൊരു ഫേസ്ബുക്കിലൊക്കെ പ്രസിദ്ധീകരിച്ച് നടക്കട്ടെ, അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. നമ്മളൊക്കെ ഫേസ്ബുക്കിലാണ് ഇപ്പോഴും ഇടുന്നത്. അത് ഒരു പബ്ലിഷേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. സെൽഫ് പബ്ലിഷിംഗ് ആണെങ്കിൽ പോലും അതൊരു ഫ്രീ ഹാൻഡ് ആവാൻ പാടില്ല. അത് ഈ പബ്ലിഷിംഗ് രംഗത്തിനെ
ദോഷം ചെയ്യും. അതൊന്ന്. രണ്ടാമത്തത്, ഞാൻ ഗ്രീൻ ബുക്സിൽ ബുക്ക് പ്രസിദ്ധീകരിച്ചതാണ്. അത് ദാസേട്ടുള്ളപ്പോൾ, ഡയറക്ടറുള്ളപ്പോൾ ഫേസ്ബുക്കിലെ കണ്ടിട്ട് എന്നെ വിളിച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒറ്റ ഡിമാൻഡ് ദാസേട്ടന് പറഞ്ഞോളൂ, 10 പൈസ ഞാൻ തരില്ല. അതെൻ്റെ ദാർശനിക പ്രശ്നം നല്ലതായിരുന്നു. ഞാൻ മഹാപിശുക്കനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എഴുത്തിയത് പ്രസിദ്ധീകരിക്കാനായിട്ട് 10 പൈസ ഞാൻ ചിലവാക്കിയില്ല. ദാസേട്ടൻ പറഞ്ഞു അങ്ങനെ വേണ്ട, ഇതിന് പൈസ വാങ്ങിക്കുന്നില്ല, ഇത്ര ഓർഡർ എനിക്ക് തരാം. പക്ഷെ അത് വലിയൊരു റിസ്ക്കാണ് മൂപ്പരെടുത്ത്. മൂപ്പരോട് പറഞ്ഞത് എൻ്റെ യാത്രാ പുസ്തകമായിരുന്നു. അതൊരു കുടുംബത്തോടു കൂടി യാത്ര ചെയ്യുന്ന ഒരു പുസ്തകമാണത്. അത് ദാസേട്ടൻ മരിച്ചപ്പോൾ പ്രസിദ്ധീകരിക്കാൻ ഒരു ഗ്യാപ്പ് ഉണ്ടായപ്പോൾ വേറെ 1-2 പബ്ലിഷേഴ്സിന് എൻ്റെ DTP എടുത്തപ്പോൾ മോൻ 2-3 എടുത്തു. അവന് മനസ്സിലായി ഒരാളുടെ ഒന്നും നടക്കാൻ വഴിയില്ല. ആദ്യത്തെ പുസ്തകമാണ്. പക്ഷേ ടീച്ചർ ഇപ്പോൾ പറഞ്ഞില്ലേ, അവർ വിളിച്ച് ചോദിക്കുന്നു ഇത്ര കോപ്പിക്ക് എത്ര പൈസ വേണമെന്ന്. ഇത് എന്നോട് പബ്ലിഷേഴ്സ് തിരിച്ചു ചോദിക്കുകയാണ് ചെയ്തു. ഞങ്ങൾ എടുക്കാൻ പക്ഷേ ഇത്ര പൈസ തരണം. അല്ല, ഇതാണ് ശരിക്കുള്ള പബ്ലിക്കേഷൻ. ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ മുണ്ടിശ്ശേരി മറ്റേ തോമസ് മുണ്ടിശ്ശേരി സാറിനെ കുറിച്ച് കേട്ടിട്ടുള്ളതാണ്. അവിടെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുത്തുകാരൻ അവിടെ പാത്തും പതുങ്ങി നിന്ന് ആ ചെറിയ കട ഓർമ്മയുണ്ടാവുമല്ലോ, പണ്ടത്തെ കട, അതിൻ്റെ അപ്പുറത്ത് ഒളിഞ്ഞു നിന്ന് പുസ്തകം വായിക്കുന്നു. അവരുടെ പുസ്തകത്തിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ. അപ്പോൾ മുണ്ടശ്ശേരി മറ്റേ തോമസ് സാറ് ചോദിച്ചു, നീ കുറച്ച് ദിവസമായല്ലോ, നീ വെറുതെ ഓസിന് വന്നിട്ട് പൈസ തരാതെ പുസ്തകം വായിക്കാമല്ലേ, ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇദ്ദേഹം പേടിച്ചു അത്രേ. അടുത്ത് വന്നപ്പോൾ പറഞ്ഞു എഴുതുമെന്ന് ചോദിച്ചു. ഞാൻ അത്യാവശ്യമൊക്കെ ഇങ്ങനെ എഴുതും. എന്നാൽ നിനക്ക് പുസ്തകം വായിക്കാനുള്ള വരുമാനം ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ്. അത് പബ്ലിക്കേഷൻ്റെ വലിയൊരു വശമാണ്. അതിലൊരു പോയിന്റ് ഉള്ളത്, ദാസേട്ടൻ പറയുന്നത് ഈ കുടുംബം ആയിട്ടുള്ള യാത്ര ചെയ്യുന്ന ബുക്കുകൾക്ക് വായനക്കാരുണ്ടാവില്ല, അംഗീകാരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ദാസേട്ടൻ വേണ്ട, നമുക്ക് പ്രസിദ്ധീകരിക്കണ്ട, എത്ര ബുദ്ധിമുട്ട്. ദാസേട്ടൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഇത്തരം പുസ്തകങ്ങളും ഉണ്ടാവണം. അതൊരു വലിയൊരു മെസ്സേജാണ്. ഏത് സെൽഫ് പബ്ലിക്കേഷനായാലും നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രമേ പബ്ലിഷ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അത് എഡിറ്റ് ചെയ്ത് മനോഹരാക്കി കൊടുക്കുക അവർക്ക്. അത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. അല്ലാതെ ബുക്ക് വരിക നമ്മൾ തുന്നി കെട്ടി കൊടുക്കുക പരിപാടി ഇല്ല. ഗ്രീൻ ബുക്സ് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യില്ല. അല്ല, പൊതുവെ അതിപ്പോൾ പ്രവീണേട്ടനും അങ്ങനെ തന്നെ ആവും ചെയ്യണ്ടാവുക. ഇത് വന്നു നമ്മൾ കെട്ടി കൊടുക്കുക അങ്ങനെ ചെയ്യില്ല. അതൊരിക്കലും ഒരു പബ്ലിഷേഴ്സും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ ഒരു ക്വാളിറ്റിയുടെ പ്രശ്നം കൂടിയാണല്ലോ, പ്രത്യേകിച്ച് അക്ഷരങ്ങളല്ലേ. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പരിപാടിയിലേക്ക് അവർക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രസാധനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ചർച്ചകൾ നമുക്ക് വിവിധ വേദികളിൽ തുടരേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു.